Hi everyone, good evening. So let me introduce myself. My name is Chinmayi. I'm one among the staff of Devas Academy. So first off, I welcome each and every one of you who spared us some of your time and took initiative to join this live session about the career guidance program conducted by Devas Academy. Now, let me welcome our principal, Hima Janan, for giving us the welcome speech. Welcome, ma'am. Ma'am, you're muted. Thank you, Chinmay. Thank you, Chinmay. Good afternoon. I would like to start my speech quoting, "Never stop learning because life never stops teaching." Here's a hearty welcome to all of you being part in this session. So it's my pleasure to extend a cheerful welcome to you all. I would like to introduce Mr. V.K. Srihari, the CEO and founder of Quibi Tech Education, and he has more than 15 plus experience in teaching and industrial field. I am immensely very happy to introduce the resource person as a huge he has a huge part in molding career of different children and different experience. So I hope today's session will be inspiring and useful to you. Hearty welcome all of you. Thank you, So madam. Thank you. I request Sri Hari sir to start the section. Uh, that I am audible to you, and I put forward one question to all our participants: whether we need to go, how should we handle this session? Whether we need to handle the session in English or
would you like me to take it in Malayalam? That is according to your convenience, because the major aim is that I need to convey some information to you. So which language will be better for you? If you could put it in your chat box, that will be better. സെഷൻ നമുക്ക് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്താണ് നിങ്ങൾക്ക് കൺവീനിയന്റ് എന്നുള്ളതിനെ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. നിങ്ങളുടെ പ്രിൻസിപ്പൾ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ടീച്ചർ ഫ്രണ്ടിൽ ഇരിക്കുന്നു. സോ ആരും അങ്ങനത്തെ ഒരു ഇതിൽ ഇരിക്കേണ്ട കേട്ടോ. ഇറ്റ് വിൽ ബി ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. നമ്മളൊരു ക്ലാസ് നടത്തുന്നു, ലൈക്ക് ടീച്ചർ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്നു, നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. It is not a kind of session like that. So it will be an interactive session. You need to put forward question, I need to answer that question. So how will we go now? What is the medium you require? We'll handle it in English or Malayalam? അതെനിക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ഇംഗ്ലീഷിൽ പറഞ്ഞ് പിന്നെ മലയാളത്തിൽ പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി വിൽ സ്റ്റാർട്ട്. സോ first of all, I'll thank Devas Academy for giving me an opportunity to share some information which I gathered through my experience. Because for the past 15 years I've been working with this field. Okay. ഇത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടെന്ന് തന്നെയാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. ഒരുപാട് ഒരു മലയാളമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി വരും. അപ്പോൾ കഴിഞ്ഞ 15 വർഷത്തിൽ ടീച്ചിങ് 13 വർഷത്തോളം ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരിക്കും. അവിടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയാണ് ടീച്ച് ചെയ്തിട്ടുള്ളത്. വന്ന കുറേ സ്റ്റുഡൻസ് എങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല രീതിയിൽ പഠിക്കാവുന്ന കുട്ടികളായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ പുറകോട്ട് പോകുന്നത് എന്ന് തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ ഫീൽഡിലോട്ട് വരാൻ, പല കാരണങ്ങൾ കൊണ്ട് ഫീൽഡിലോട്ട് വന്ന് പെട്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതിന് പിന്നെ ഈ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും പുറത്തുനിന്ന് ഇന്ററാക്ട് ചെയ്തതുമായി കിട്ടിയ കുറെ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അടുത്തൊരു മണിക്കൂർ. ആദ്യമേ തന്നെ പറയാം, ഞാനൊരു കോളേജിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു കോഴ്സും പ്രൊമോട്ട് ചെയ്യില്ല. ഒരു കോളേജിനെയും പ്രൊമോട്ട് ചെയ്യില്ല എന്ന് പറയാൻ കാരണം, ആരും അവസാനമാകുമ്പോൾ ചോദിക്കേണ്ട എനിക്ക് ഇന്ന കോഴ്സ് പഠിക്കാൻ ഏത് കോളേജാണ് നല്ലത് എന്ന് ചോദിക്കേണ്ട. അത് എനിക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കുറെ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം, പക്ഷെ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നു. ക്യൂബൈടെക് ആയിരുന്നു എൻ്റെ സ്ഥാപനം. സോ വാട്ട് വി ഡു ഇൻ ക്യൂബൈടെക് ബേസിക്കലി ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആണ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. സോ വി ഡീൽ മോസ്റ്റ്ലി വിത്ത് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. പിന്നെ അക്കാഡമിക് റിസർച്ചിന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വി ടേക്ക് ടെക്നിക്കൽ അക്കാഡമിക് റിസർച്ച് ആൻഡ് ഹെൽപ്പ് ഇൻ ദാറ്റ്. പിന്നെ ഒരു പുതിയ സ്ട്രീമിലോട്ട് ഞങ്ങൾ നിൽക്കുന്ന അസിസ്റ്റീവ് ടെക്നോളജിയിലാണ്. സോ വി ഡെവലപ്പ് കസ്റ്റമൈസ്ഡ് അസിസ്റ്റീവ് ടെക്നോളജി സൊല്യൂഷൻസ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. സോ ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ ആസ് എൻ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഹെൽപ്പ് മൈ സ്റ്റുഡൻസ് in selecting a good course, selecting a suitable course. പിന്നെ ഞങ്ങൾ കരിക്കുലം ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷണൽ എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യും. 2-3 സ്കൂളോളം ഇപ്പൊ നമ്മുടെ ക്ലയൻസ് ആണ്. ദാറ്റ് ഈസ് മൈ സ്റ്റോറി. സോ ഈ കോട്ടോടുകൂടിയാണ് ഞാൻ തുടങ്ങുന്നത്. സോ ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ. ഇപ്പൊ നമ്മളൊരു പ്ലാനിങ്ങിൽ ഒരു ചെറിയ ഫെയിലുവർ വരുവാണെങ്കിൽ, what we are actually doing is നമ്മൾ ഫ്യൂച്ചറിലോട്ട് ഫെയിൽ ചെയ്യാൻ വേണ്ടിയാണ്, ഫ്യൂച്ചർ പരാജയപ്പെടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് പോലെ ആവും.
ഇതിന് ഞാൻ സ്ഥിരം പറയാറുള്ളത് ഇതാണ്. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഷൂ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങുന്നു, ഇതെല്ലാം ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് മൊബൈൽ ഫോൺ വാങ്ങുന്നു. ആദ്യത്തെ ചോദ്യം, എത്ര രൂപയുണ്ട്? വീട്ടുകാർ 10,000 രൂപ തരാമെന്ന് പറഞ്ഞു. 10,000 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ. അപ്പൊ തുടങ്ങും നമ്മള് ഓരോ സൈറ്റിൽ കയറി നോക്കും, മൊബൈലിന്റെ റിവ്യൂ എങ്ങനെയുണ്ട്, ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഇതിന്റെ പ്രോസസ്സർ എങ്ങനെയുണ്ട്, ക്യാമറ എങ്ങനെയുണ്ട്. ആദ്യം നോക്കുന്ന ക്യാമറ ആയിരിക്കും. എത്ര ക്യാമറയുണ്ട്, എത്ര കൂടുതൽ ക്യാമറയുണ്ട്, പ്രോസസ്സർ എങ്ങനെയുണ്ട്, മെമ്മറി എത്രയുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കി ഒരുപാട് റിവ്യൂ ഒക്കെ നോക്കി, വാങ്ങിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ആരുടെ അടുത്തെങ്കിലും ഒക്കെ ചോദിച്ചു ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ചാണ് നമ്മൾ ഈ മൊബൈൽ വാങ്ങുന്നത്. ഈ മൊബൈൽ എത്ര കാലം യൂസ് ചെയ്യും? 3 വർഷം, 4 വർഷം. ഇപ്പോഴൊക്കെ 3 വർഷം തന്നെയാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. സോ ഒരു 3 വർഷം യൂസ് ചെയ്യാനുള്ള ഒരു ഡിവൈസിന് ഇത്രയധികം പ്ലാനിങ് നടത്തുന്ന നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ്, നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്ന് തീരുമാനിക്കുന്ന സ്ഥലത്ത് പലപ്പോഴും പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. +2 കഴിയുന്നത് വരെ ആലോചിച്ചിരിക്കും, +2 മാർക്ക് വരട്ടെ നമുക്ക് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കും. +2 മാർക്ക് വരും, ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം കൊണ്ട് ഇത്തിരി മാർക്ക് കുറയുകയാണെങ്കിൽ പിന്നെ എന്തിനെങ്കിലും ഒക്കെ അഡ്മിഷൻ കിട്ടിയാൽ മതിയെന്നാവും, കിട്ടുന്ന ഏതെങ്കിലും കോഴ്സിന് കൊണ്ട് ചേർക്കും. അതൊരു സിനാരിയോ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, പേരൻസിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് കൊണ്ട് ചേരും. ഇത്രയും പ്ലാൻ ചെയ്താൽ മതിയോ? നമ്മുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്താൽ മതിയോ? പോരാ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കോള് വരുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് പോകുന്നത്. പക്ഷെ ഇത്രയും പ്ലാൻ ചെയ്താൽ പോരാ. നമ്മുടെ വളരെ നിർണായകമായ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കാര്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്യണം. സോ വാട്ട് ഷുഡ് വി ഡു ആഫ്റ്റർ +2? ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. അതിന് ഏകദേശം ഒരു മറുപടി ഞാൻ തന്നു കഴിഞ്ഞു. എങ്ങനെ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ, പ്ലാനിങ്ങിന് ഒരു മെത്തേഡ്, എനിക്ക് തോന്നിയ ഒരു മെത്തേഡ് ഞാനിവിടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യും. സോ ഈ ഒരു അവസ്ഥയിലായിരിക്കും +2. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോ ഇതിനകത്ത് ബാനറിൽ കണ്ടത് 10th, +1, +2 സ്റ്റുഡൻസിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ നല്ല മൂവാണ്. കാരണം +2-ല് എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കുറച്ചധികം ഓപ്ഷൻസ് ഇരിപ്പുണ്ട്. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ ഉള്ള ഓപ്ഷൻസിന്റെ 3 ഇരട്ടി ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരും. സോ ഞാൻ എന്താണ് ആക്ച്വലി ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതാ എടുക്കാൻ പോകുന്ന ടോപ്പിക്, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ഡിഗ്രി, എടുക്കാൻ പോകുന്ന കോഴ്സ് എനിക്ക് സ്യൂട്ടബിൾ ആയതാണോ, എനിക്കിത് പഠിക്കാൻ പറ്റുമോ, ഞാനിത് പഠിച്ച് തീർക്കുമോ, ഇങ്ങനത്തെ ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. ഇതെടുക്കുന്നത് കൊണ്ടുള്ള റിസ്ക് എന്താണ്, ഇതൊക്കെ ഉണ്ടാവും മനസ്സിൽ. സോ 10th പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ എന്നറിഞ്ഞ് ഇപ്പോഴേ പ്ലാൻ ചെയ്യാൻ തുടങ്ങും. എങ്ങനെ ചൂസ് ചെയ്യാം? സർ, നമുക്കിവിടെ 9th-ലെ സ്റ്റുഡൻസിനും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സർ. നന്നായി. അതായത് എത്ര നേരത്തെ ഇങ്ങനത്തെ ഒരു ടോക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. കാരണം ഫ്രണ്ടില് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ ഒരു കോഴ്സ് ഞാൻ പറയുന്നില്ല, ഞാൻ എന്റെ കുറച്ച് ഇൻഫർമേഷൻ ആണ് പറയുന്നത്. അത് നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. 9ാം ക്ലാസ്സുകാര് ആണ് ഇതിനകത്ത് ഈ കൂട്ടത്തിൽ ഭാഗ്യവാന്മാര്. നേരത്തെ അറിഞ്ഞ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. സോ ഹൗ ഡു ഐ ചൂസ്? ഇതിന് ഇത്രയും വലിയ കാര്യം ഉണ്ടായിരുന്നു? നമ്മളൊരു +2 കഴിയുന്നു, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതിന് ഇത്ര വലിയ കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചിലർക്കെങ്കിലും തോന്നാം, ചില പേരൻസിനെങ്കിലും തോന്നാം. ഉണ്ടായിരുന്നു, ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എഞ്ചിനീയറിംഗിൽ വന്ന് 4 വർഷം പഠിക്കേണ്ട എഞ്ചിനീയറിംഗിൽ വന്ന് 2ാമത്തെ വർഷമായപ്പോൾ മൊത്തത്തിൽ തകർന്നിരിക്കുന്ന പല സ്റ്റുഡൻസിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. +2-ന് 75-80% മാർക്ക് വാങ്ങിക്കുകയും നമുക്ക് കാണുമ്പോൾ ബ്രൈറ്റ് എന്ന് തോന്നുകയും നമ്മൾ ഇടപെടുമ്പോൾ ബ്രൈറ്റ് എന്ന് തോന്നുകയും ചെയ്യുന്ന സ്റ്റുഡൻസ് അപ്പാടെ പരാജയപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് വന്ന് ജയിച്ചു പോകുന്നവരുണ്ട്. മൊത്തത്തിൽ ഞാൻ പറയുന്നതല്ല. സോ ഇത് നമ്മളിപ്പോ ചൂസ് ചെയ്യുന്നതിന് എങ്ങനെ ചൂസ് ചെയ്യാം? ഹൗ ഡു ഐ ചൂസ്? ചൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് എപ്പോഴാണ്? നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളപ്പോഴാണ്. സോ ഇപ്പൊ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്?
നമ്മളിൽ പ്രത്യേകിച്ച് മലയാളികളിൽ ഭൂരിഭാഗം സ്റ്റുഡൻസും കോഴ്സ് ചൂസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് അല്ല ചൂസ് ചെയ്യുന്നത്, അവരെ പേരൻസ് ആണ്. ഇപ്പോ മാഡം ഇതിനകത്ത് പേരൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? പാരന്റ്സിനോട് വേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പേരൻസ് ചൂസ് ചെയ്യുന്നത് മോശം ഞാൻ ഒരിക്കലും പറയില്ല. ഏതൊരു പാരന്റും തന്റെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനെ ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ പേരൻസ് അത് ചൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തഡോളജിയാണ് ഞാൻ പറയുന്നത്. അവരെന്തായിരിക്കും ചെയ്യുന്നത്? അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മക്കൾ പഠിച്ച് സക്സസ് ആയ ഒരു കോഴ്സ്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ പഠിച്ച് ഇപ്പോൾ നല്ല നിലയിൽ ഇരിക്കുന്ന ഒരു കോഴ്സ്, ഇതൊക്കെ ആയിരിക്കും പേരൻസ് ചൂസ് ചെയ്യുന്നത്. അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് എല്ലായ്പ്പോഴും ശരിയാവണമെന്ന്. ഫസ്റ്റ് കേസ് പേരൻസ് ചൂസ് ചെയ്യാം. സെക്കൻഡ് കേസ്, ഞാനിപ്പോ +2 വരെ പഠിച്ചു, ഒരേ സ്കൂളിൽ പഠിച്ചു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ഇന്ന കോഴ്സാണ്, അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ അത് ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഫോളോയിങ് വാട്ട് അതേഴ്സ് ഡു. അല്ലെങ്കിൽ ഒരു ട്രെൻഡ് അനുസരിച്ച് പോവുക. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? എഞ്ചിനീയറിംഗ് എടുക്കുന്നവന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സിവിൽ കിട്ടുമെന്ന് നോക്കുക. കോളേജിൽ വരുമ്പോൾ തന്നെ, അഡ്മിഷന് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ശരിക്കും അതിശയം തോന്നാറുണ്ട്. ആദ്യം വന്ന് ചോദിക്കും സിവിൽ ഉണ്ടോ? ഇല്ല. ഇപ്പൊ മെക്കാനിക്കൽ ഉണ്ടോ? ഇല്ല. എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് നോക്കാം, അതും ഇല്ല. എന്നാൽ പിന്നെ ഇലക്ട്രിക്കൽ നോക്കാം. ഒരിക്കലും ഇങ്ങനെ ഒരു രീതിയിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. സിവിലിന് വേണമെന്നുള്ള കുറച്ച് സ്ട്രെങ്തും കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്വാളിറ്റീസും ഉണ്ട്. മെക്കാനിക്കലിന് വേണമെന്നുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ ക്വാളിറ്റി ഏതാണെന്ന് കണ്ടുപിടിച്ച് വേണം ഒരു കോഴ്സ് എടുക്കാൻ. സിവിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ സിവിൽ പഠിക്കുക, ഈ കോളേജിൽ ഇല്ലെങ്കിൽ വേറൊരു കോളേജിൽ പഠിക്കുക. അല്ലാതെ വീട്ടിന്റെ അടുത്ത് ഈ കോളേജ് ഉണ്ട്, ഇവിടെ ഏതെങ്കിലും അഡ്മിഷൻ കിട്ടുന്നതിന് പഠിക്കാം എന്നും വിചാരിക്കാതിരിക്കുക. എന്റെ കൂട്ടുകാരൻ ഈ കോഴ്സ് എടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരി ഈ കോഴ്സ് എടുത്തത് കൊണ്ട് ഇത് പഠിക്കാം എന്നും വിചാരിക്കാതിരിക്കുക. നെക്സ്റ്റ് എന്തുവാണ്? പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളത് ജോലിയാണ്. ഇന്നത്തെ ആൾക്കാർക്ക് ജോലി വേണ്ടത് എവിടെയാണ്? എല്ലാവർക്കും ഗവൺമെന്റ് ജോബ് മതി. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ബിസിനസ് ആയിട്ട് ഈ PSC കോച്ചിങ് സെന്റർ വളരും. സോ എല്ലാവരും ബിടെക് കഴിഞ്ഞാലും PSC കോച്ചിങ് ചെയ്യും, LDC എടുക്കുന്നവരുണ്ട്, MTech കഴിഞ്ഞവർ ഗ്രൂപ്പ് ഡിക്ക് പോകുന്നവരുണ്ട്. അതുകൊണ്ട് സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് ഇപ്പോഴെങ്കിലും എല്ലാവരും കാണുന്നത് അതിൻ്റെ ഒരു സെക്യൂരിറ്റിയാണ്, ജോബ് സെക്യൂരിറ്റി. അല്ലെങ്കിൽ പുറത്ത് പോകണം, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എടുക്കുന്ന കോഴ്സ് കൊണ്ട്. കോഴ്സ് കഴിഞ്ഞോടെ നമുക്ക് പുറത്തുള്ള ഓപ്ഷൻ കിട്ടാം. പിന്നെ ഇൻക്ലനേഷൻ ടുവേർഡ്സ് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഞാൻ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇന്നത്തെ കുട്ടികളിൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ മെഡിസിന് പോകണമെന്നോ എഞ്ചിനീയറിംഗിന് പോകണമെന്നുള്ള ആഗ്രഹമുള്ളൂ. സോ ഇങ്ങനെ ആയിരിക്കും മിക്കവാറും ആൾക്കാർ ഇതിലേതെങ്കിലും ഒരു മെത്തേഡിലായിരിക്കും ചൂസ് ചെയ്യുന്നത്. സോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ. ഇത് നല്ലതാണോ, ഈ കോഴ്സ് നല്ലതാണോ, ഒരു കോഴ്സ് നല്ലതാണെന്നോ ഈ കോഴ്സ് ചീത്തയാണെന്നോ പറയാനുള്ളതില്ല. സോ ഓൾ ആർ ഗുഡ് ആൻഡ് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് പ്രശ്നം. സോ ചൂസ് അക്കോർഡിംഗ് ടു ദ അക്കാഡമിക്സ്, പേഴ്സണാലിറ്റി ആൻഡ് ഡിസയർ. എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളുടെ അക്കാഡമിക് സ്റ്റൈൽ എന്താണ്? നിങ്ങളുടെ അക്കാഡമിക് സ്ട്രെങ്ത് എന്താണ്? നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞ് എന്താവണം എന്ന് ആഗ്രഹിക്കുക. ആ ആഗ്രഹം തീവ്രമായ ആഗ്രഹമാണ്. ചുമ്മാ കൊച്ചിലേ ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലുതായിട്ട് തോന്നുന്നത് ചിലപ്പോൾ ഏറ്റവും വലിയ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവറെ ആയിരിക്കും. എനിക്ക് വലുതാവുമ്പോൾ ഡ്രൈവർ ആയാൽ മതി, ഇങ്ങനെ ആലോചിക്കുന്നവരുണ്ടാവും. ഡ്രൈവർ ഒരു മോശം പണിയല്ല, പക്ഷെ ആ ആഗ്രഹം കൊച്ചിലേന്ന് മാറി പിന്നെ അങ്ങോട്ട് പോകും തോറും മാറി മാറി വരാം. സോ അതല്ല പറഞ്ഞത്. ഇപ്പോഴത്തെ ആഗ്രഹം നിങ്ങൾ തീവ്രമായിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ അക്കാഡമിക് സ്റ്റൈൽ എന്താണ്? നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്? അതിനനുസരിച്ച് വേണം ചെയ്യാൻ. പേഴ്സണാലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് ഒട്ടും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ ഒരിക്കലും മാർക്കറ്റിംഗ് ഫീൽഡിലോ സെയിൽസ് ഫീൽഡിലോ പോയിട്ട് വലിയ കാര്യമില്ല. എന്നാണ് ഞാൻ പേഴ്സണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു കോഴ്സിനെ ഇപ്പോഴത്തെ ട്രെൻഡ് യൂസ് ചെയ്തോ, പേരൻസിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് യൂസ് ചെയ്തോ, എൻ്റെ അച്ഛനും അമ്മയും ഈ നിലയിൽ ഇരിക്കുകയാണ്, എൻ്റെ അച്ഛനും അമ്മയും ഡോക്ടറാണ്, ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ തന്നെ പല സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഉസ്താദ് ഹോട്ടലിനകത്ത് പറയുമ്പോൾ മോന് ഷെഫ് ആവാൻ പോകുന്ന കോഴ്സ് പഠിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. കാരണം അച്ഛന്റെ സ്റ്റാറ്റസ് അതല്ല, അച്ഛന് കുറച്ചും കൂടെ വലിയ സ്റ്റാറ്റസ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. സോഷ്യൽ സ്റ്റാറ്റസ് നോക്കിയോ ട്രെൻഡ് നോക്കിയോ
കൂടെയുള്ള മുതിർന്നവരോ കൂടെയുള്ളവരുടെയോ പ്രഷർ കൊണ്ടോ ഒരു കോഴ്സ് ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിന് രണ്ട് വശമുണ്ട്. കോഴ്സ് ചൂസ് ചെയ്ത് വിജയിച്ചവരും ഉണ്ട്, ചെയ്ത് പരാജയപ്പെട്ടവരും ഉണ്ട്. സോ പേരൻസ് കമ്പൽ ചെയ്തുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ വീട്ടുകാർ കമ്പൽ ചെയ്തുകൊണ്ട് മാത്രം എഞ്ചിനീയറിംഗ് എടുക്കുക. എന്റെ പേഴ്സണൽ കാര്യം അങ്ങനെയാണ്. വീട്ടുകാരുടെ കമ്പൽഷൻ കൊണ്ട് എഞ്ചിനീയറിംഗ് എടുത്ത ആളാണ്. BA ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒരു കോഴ്സിന് പോയി ജോയിൻ ചെയ്ത എന്നെ നിർബന്ധിച്ച് എന്റെ ചേട്ടനാണ് വിളിച്ച് എഞ്ചിനീയറിംഗിൽ ചേർത്തത്. എന്റെ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു തീർക്കും എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ പ്രശ്നം. അപ്പൊ എഞ്ചിനീയറിംഗ് BTech പഠിച്ചു, MTech പഠിച്ചു, അത് കഴിഞ്ഞ് അതിന്റെ മുകളിലോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോ അങ്ങനെയും വിജയിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ചിലര് ഒട്ടും, ഇപ്പൊ എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത കോളേജിൽ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, 4 വർഷം എഞ്ചിനീയറിംഗ് പഠിച്ചു, ഒന്നും പഠിച്ചിട്ടില്ല. കാര്യം ചോദിച്ചപ്പോ ഈ സ്റ്റുഡന്റിന് എഞ്ചിനീയറിംഗ് താല്പര്യമില്ലായിരുന്നു. സോ 4 വർഷം ആകാൻ വേണ്ടി കാത്തിരുന്നു. 4 വർഷം കൊണ്ട് എല്ലാ പേപ്പറും സപ്ലിമെന്ററി ഒക്കെ ആക്കി ഇട്ടിട്ട് 4ാമത്തെ വർഷം പോയി BA ലിറ്ററേച്ചറിന് ജോയിൻ ചെയ്തു. എന്നിട്ട് ഇപ്പൊ 3 വർഷം കൊണ്ട്, അത് കൃത്യമായിട്ട് 3 വർഷം കൊണ്ട് നല്ല മാർക്കോട് കൂടി പാസ്സായി. ഇപ്പൊ അതിനെ ബേസ് ചെയ്തൊരു ജോബിൽ ഇരിക്കുകയാണ്. സോ ഇത് വിജയിക്കാം, ഇതൊരു ചാൻസ് ഉണ്ട്. നമ്മൾ അടുത്തോട്ട് പ്രഷർ കൊണ്ടോ പേരൻസ് പറയുന്നത് കൊണ്ടോ പോകുമ്പോൾ വിജയിക്കാം. പക്ഷെ പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. സോ അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒത്തിരി സമയം പ്ലാൻ ചെയ്യുക. നമ്മളെ ടാലൻസ്, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ള രീതിയിൽ ഒത്തിരി പ്ലാൻ ചെയ്യും. ഇനി വേറൊരു കാര്യം പറയാം. കൊച്ചിലെ തന്നെ നമ്മളടുത്ത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണല്ലോ, വലുതാവുമ്പോ എന്താവണം? സ്ഥിരം പണ്ടുള്ള ഉത്തരവ് ഇതാണ്, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ഇതിപ്പോ ഡോക്ടറായ ഒരു പേരന്റിന്റെ അച്ഛനും അമ്മയും ആ കൊച്ചിനെ കൊച്ചിലേ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഡോക്ടർ ആവണം. കുറച്ച് കഴിയുമ്പോൾ ഈ കൊച്ചിന്റെ ആംബിഷനായി മാറുകയാണ്. ഇത് ശരിക്കും ആ കൊച്ചിന്റെ സ്ട്രെങ്ത്തിൽ അതിനകത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. സോ ദാറ്റ് ഈസ് ഇൻജെക്ടിങ് ആംബിഷൻ. ഒരു 10ാം ക്ലാസ് ഒക്കെ ആവുമ്പോൾ കൊച്ചിനെ എന്നെ അറിയത്തില്ല, കൊച്ചിന്റെ ആംബിഷൻ ഒറ്റ ആംബിഷനേ ഉള്ളൂ, ഡോക്ടർ ആവണം എന്നുള്ള ആംബിഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ അടുത്തവരെ ഇമിറ്റേറ്റ് ചെയ്യാനും ശ്രമിക്കാതെ. അവരുടെ ടാലന്റ് അല്ല നിങ്ങൾക്കുള്ളത് വേറൊരു സെറ്റ് ഓഫ് ടാലന്റ് ആണ്, അവർക്കുള്ളത് വേറൊരു സെറ്റ് ഓഫ് ടാലൻസ് ആണ്. സോ ഇവിടെ ഇത് ഇത്രയും ചെയ്യുമ്പോഴും പാരൻസിന്റെ ആറ്റിറ്റ്യൂഡാണ് പ്രധാനപ്പെട്ടത്. ഇതിനകത്ത് പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക, കുട്ടിയായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് മനസ്സിലാക്കി വേണം ഒരു കോഴ്സിന് വിടാൻ. പേരൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ആണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ആംബിഷൻ എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പേരന്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ആവും. എന്തുകൊണ്ട് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പാരൻസിനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയാൽ ഒരു സംശയവും വേണ്ട, നമ്മളെ പേരൻസ് ഒരിക്കലും നമുക്ക് ദോഷം വരണം എന്നുള്ള ഒരു കാര്യവും ചെയ്യരുത്. സ്ക്രീനിൽ തെളിയുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ട്, എല്ലാവരെയും നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവരെല്ലാം ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. കാരണം അവരുടെ സ്ട്രെങ്ത് അറിഞ്ഞ് അവരെന്ത് പഠിച്ചു എന്നുള്ളതിലുപരി അവരുടെ സ്ട്രെങ്ത് അറിഞ്ഞ് അവരൊരു ഫീൽഡ് ചൂസ് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. കാരണം ഇപ്പൊ SPBയെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ BTech ഹോൾഡറാണ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ എഞ്ചിനീയർ ആയിട്ടാണോ പുള്ളി ഫേമസ് ആയത് എന്ന്, പുള്ളി എന്തിനാണ് ഫേമസ് ആയതെന്ന് നിങ്ങൾക്കറിയാം. നിവിൻ പോളി നമ്മളവിടെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഗ്രാജുവേറ്റ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. പുള്ളി ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിട്ടല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടും അല്ല പുള്ളി ഫേമസ് ആയി. പിന്നെ APJയുടെ ഫീൽഡിൽ എത്രത്തോളം വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നോക്കണം. APJയുടെ അടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞിരുന്നെങ്കിലും നടക്കില്ലായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അടുത്ത് ISROയിൽ വർക്ക് കൊടുത്തിരുന്നെങ്കിലും ബുദ്ധിമുട്ടുമായിരുന്നു. സോ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് അവരവരുടെ സ്ട്രെങ്ത് അറിഞ്ഞ് ചൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇവരെയൊക്കെ ലോകം അറിയുന്ന ആൾക്കാരായി മാറിയത്. നമ്മുടെ ഒരു സ്ലോട്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത് നിങ്ങളെയൊക്കെ ഉദ്ദേശിച്ചാണ് കേട്ടോ. നാളെ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഒരു ഫോട്ടോയും കൂടെ നമുക്ക് ഇതിനകത്ത് വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ സ്ലോട്ട് ചുമ്മാ ഇട്ടിരിക്കുന്നത്. സോ ഇത്രയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇത്ര ഓപ്ഷൻസ് ഉണ്ടോ? +2 കഴിഞ്ഞ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? മെഡിസിന് പോവാം, BTechന് പോവാം, ആർട്സിന് പോവാം,
തീർന്നു നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ. ഡു വി റിയലി ഹാവ് മെനി ഓപ്ഷൻസ്? എത്ര ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക്? +2 കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ഇതിനകത്തുണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ, നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ട് ഫ്രണ്ടിൽ? സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ടാലും മതി കേട്ടോ. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു ചൂസ് ചെയ്യാൻ വേണ്ടി? ഞായറാഴ്ചയാണ്, ഉച്ച സമയമാണ്, ഓൺ ചെയ്ത് വെച്ചിട്ട് അപ്പുറത്തിരുന്ന് ഉറങ്ങല്ലേ. ഞാൻ പേര് വിളിക്കണോ ഇനി? ഞാൻ പറയുന്നില്ല, കാരണം ഇതാണ് നമ്മള് +2 കഴിഞ്ഞൊരു കോഴ്സ് എടുക്കാൻ പോകുന്ന നമ്മളിപ്പോഴും മൗനത്തിലാണ്. നമ്മൾ ഇനിയും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക അടുത്തൊരു 6 മാസം കൂടെ. സോ ഹൗ മെനി ഓപ്ഷൻസ് ഡു വി ഹാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. എന്റെ കണക്കിന് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഒരു +2 കഴിഞ്ഞ ഒരാൾക്ക്, ഏറ്റവും മുകളിൽ കാണുന്നത് 12th HSC ആണ്, +2 കഴിഞ്ഞ ആൾക്ക് ഇത്രയും ഓപ്ഷൻസ്. ഇത് ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല, കാരണം ഇതിന്റെ ഓപ്ഷൻസ് പറയാനല്ല ഞാൻ വെച്ചത്. ഞാൻ ഈ സ്ലൈഡ് വെക്കാൻ കാരണം ഒരാൾക്ക് ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിനകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, നമ്മൾ സാധാരണ മനുഷ്യരാണല്ലോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്തിനകത്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ ടാലന്റിനും പറ്റിയ കോഴ്സ് ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മളടുത്ത് ചോദിച്ചാൽ എണ്ണി പറയാം, 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു, 5 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അല്ല, ഇത്രയും ഓപ്ഷൻസ് മിനിമം ഉണ്ട്. ഇത് എൻ്റെ ഒരു ഇതില്, എൻ്റെ ഒരു ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഓപ്ഷൻസ് ആണ്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇനി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ ചെയ്യാം. എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി വരുന്ന സ്ലൈഡിൽ നോക്കാൻ പോകുന്ന 4 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഈ മെറ്റീരിയൽ ഹിമ മാഡത്തിന് പാസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് വാങ്ങി നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോ യുവർ സെൽഫ്. സെക്കൻഡ് സ്റ്റെപ്പ് എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ്, make choices and make it happen. So know yourself. ഇതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത്. നിങ്ങളെ മനസ്സിലാക്കുക ആദ്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങളുടെ സ്കിൽ എന്താണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങൾക്ക് അവൈലബിൾ ആയ റിസോഴ്സസ്, നിങ്ങളുടേതായ പേഴ്സണാലിറ്റി. അപ്പൊ നിങ്ങളെ ആദ്യം മനസ്സിലാക്കണം. അടുത്തത്, നമ്മളെ ഈ സ്ട്രെങ്തിന്, എൻ്റെ ഈ സ്ട്രെങ്തിന്, എൻ്റെ ഈ ടാലന്റിന് പറ്റുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യണം. എക്സ്പ്ലോറിങ് ദ പോസിബിലിറ്റീസ്. അതിനാണ് ഈ സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. റിസർച്ച്, ട്രൈ തിങ്സ് ഔട്ട്, നാരോ ചോയ്സസ് ആൻഡ് ഫൈൻഡ് എ ഫ്യൂ ദാറ്റ് ഫിറ്റ്. ഞാൻ ഇതിന് മുമ്പത്തെ സ്ലൈഡിൽ കാണിച്ചല്ലോ ഇത്രയും ഓപ്ഷൻസ്. ഒരിക്കലും ഇത്രയും ഓപ്ഷൻസ് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. സോ ആദ്യം എന്നെ മനസ്സിലാക്കുക, എന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കുക, എന്നിട്ട് ഇത്രയും ഓപ്ഷൻസിൽ നിന്ന് ഒരു 5 ഓപ്ഷൻസ് എടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ ആ 5 ഓപ്ഷനിൽ നിന്ന് നാരോ ഡൗൺ ചെയ്ത് ഒറ്റ ഓപ്ഷനിലോട്ട് എത്തിക്കുക. 5 ഓപ്ഷൻസ് ചൂസ് ചെയ്യുക, അതിൽ നിന്ന് 5ഓ 3ഓ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അതൊരൊറ്റ ഓപ്ഷനിലോട്ട് കൊണ്ടെത്തിക്കുക. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വൺസ്, കാരണം അങ്ങനെ ഒറ്റ ഓപ്ഷനിലോട്ട് എത്തിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഒറ്റ ഓപ്ഷനിലോട്ട് എത്തിക്കുക. എന്നിട്ട് വെറുതെ പ്ലാൻ ചെയ്തിരുന്നാൽ പോരെ. ഞാൻ കുറെ നേരം കൊണ്ട് പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പ്ലാനിങ് വിത്തൗട്ട് എക്സിക്യൂഷൻ ഈസ് ഹാലുസിനേഷൻ. എക്സിക്യൂട്ട് ചെയ്യാത്ത ഒരു പ്ലാനിന് ഒരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ ഒത്തിരി സമയം ചെലവാക്കി പ്ലാൻ ചെയ്തതെല്ലാം വെറുതെ ആവും. നമ്മളൊരു വീട് വെക്കാൻ തന്നെ ഒത്തിരി പ്ലാൻ, കുറെ ആർക്കിടെക്റ്റിനെ കാണുന്നു, കുറെ മോഡൽസ് എടുക്കുന്നു, കുറെ പ്ലാൻ വരയ്ക്കുന്നു. വീട് വെക്കാതിരുന്നാൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ. സോ ഫൈനൽ സ്റ്റെപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൺസ് യു ഹാവ് ഡൺ ദ പ്ലാനിങ് ആൻഡ് നാരോ ഡൗൺ യുവർ ചോയ്സസ്, മേക്ക് ഇറ്റ് ഹാപ്പൻ. ഇനിയുള്ള സ്ലൈഡുകൾ നമ്മൾ ഈ 4 ഓപ്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ എന്താണ് ഈ നോ യുവർ സെൽഫ്? എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി? ഇപ്പൊ നിങ്ങൾക്ക് പറയാം +2, ഞാൻ നേരത്തെ പറയാൻ കാരണം ഇതാണ്. എത്ര നേരത്തെ നിങ്ങൾ ഇത് കേൾക്കുന്നോ അത്രയും നല്ലതെന്ന് പറയാൻ കാരണം ഇതാണ്. +2 കഴിഞ്ഞ് നിൽക്കുന്നു, 2 മാസത്തിനകം എനിക്ക് കോഴ്സ് ചൂസ് ചെയ്യണം.
ഈ സമയത്ത് ഞാൻ എങ്ങനെയാണ് എന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം, നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് പഠിക്കാനാണോ വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിച്ചത്, ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണോ നമുക്ക് ഇഷ്ടത്തോടെ പഠിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്നത്. ചിലരൊന്നും ഇഷ്ടത്തോടെ പഠിക്കുന്നില്ലായിരിക്കും എന്ന് വിചാരിച്ച് അവർക്ക് ടാലന്റ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ പഠിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്ന ഒരു കാര്യം, വലിയ കഷ്ടപ്പാടില്ലാതെ എഴുതി ജയിക്കാൻ പറ്റുന്ന ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ ഇതിനകത്ത് ഒരു വലിയ സ്റ്റഡി ഉണ്ട്. സൈക്കോളജി പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു തിയറി ഉണ്ട്, ഗാർട്ട്നേഴ്സ് തിയറി എന്ന് പറയും. ഗാർട്ട്നേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് ഈ ഇന്റലിജൻസ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. 8 ഇന്റലിജൻസ് ഉണ്ട്. 8 ഇന്റലിജൻസ് ആണ് ഓരോ ഈ ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനാണെങ്കിലും, നോബഡി ഈസ് ബോൺ വിത്തൗട്ട് ടാലന്റ്. ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ 8 ഇന്റലിജൻസിന്റെ അകത്ത് ഒരെണ്ണം നിങ്ങളിൽ, ഒന്നല്ല ഒന്നിൽ കൂടുതൽ കാണാം, ഒരെണ്ണം പ്രബലമായിട്ടിരിക്കും. ആ ഇന്റലിജൻസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ കാണിച്ച ഡയഗ്രത്തിൽ, നേരത്തെ കാണിച്ച പിക്ചറിൽ ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെയാണ് ആ 8 ഇന്റലിജൻസ്? ലോജിക്കൽ ഇന്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, സ്പേഷ്യൽ, മ്യൂസിക്കൽ, കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഇതൊരു സൈക്കോളജി സബ്ജക്റ്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ചെറിയ രീതിയിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിടാം. ലോജിക്കൽ ഇന്റലിജൻസ് ഒരു നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സയൻസ് പാടാണ്, പക്ഷെ നിങ്ങൾക്ക് മാത്സ് ചെയ്യാൻ ഇഷ്ടമാണ്, മാത്സ് പ്രോബ്ലംസ് പെട്ടെന്ന് സോൾവ് ചെയ്യും എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, യു ആർ എ ലോജിക്കൽ ഇന്റലിജൻസ് ടൈപ്പ് പേഴ്സണാലിറ്റി. നിങ്ങൾക്ക് ലോജിക്കലി ആ ഒരാൾക്ക്, അങ്ങനെയുള്ള ഒരാൾക്ക് എഞ്ചിനീയറിംഗ് സ്യൂട്ട് ആകും. എഞ്ചിനീയറിംഗിൽ പോയാൽ പഠിച്ച് ജയിക്കാൻ പറ്റും. അതിനെ ബേസ് ചെയ്യുന്ന കരിയർ ചൂസ് ചെയ്യാൻ പറ്റും. എഞ്ചിനീയറിംഗ് മാത്രമല്ല, BSc മാത്തമാറ്റിക്സോ ഫിസിക്സോ അങ്ങനെ ഏത് മേഖലയിലും ഇങ്ങനത്തെ മേഖലകൾ എടുത്തു പോകാൻ പറ്റും നിങ്ങൾക്ക്. ഇനി അതല്ല, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, മാത്സ് എന്ന് പറയുമ്പോഴേ വെറുപ്പാണ്, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റുഡന്റ് അതായിരുന്നു. ആ സ്റ്റുഡന്റിന് എഞ്ചിനീയറിംഗ് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ ലാംഗ്വേജ് ഇഷ്ടമാണ്. സോ ഷീ ഹാസ് ഗോട്ട് എ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. അതുകൊണ്ട് ആണ് മാത്സ് ചെയ്യാൻ പ്രയാസം മീൻസ് എല്ലാം പ്രയാസമായിരിക്കും. നമ്മൾ കുറച്ച്, ഇപ്പൊ എനിക്ക് മാത്സ് ഭയങ്കര പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ബട്ട് ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പഠിച്ച് ജയിക്കാൻ പറ്റി എന്നുള്ളതിലുപരി ഞാൻ ഹയർ സ്റ്റഡീസ് ചെയ്തപ്പോൾ വീണ്ടും മാത്സിലാണ് വന്നത്. ഞാൻ സബ്ജക്ട് എടുത്തുകൊണ്ടിരുന്നത് കൂടുതൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് എടുത്തോണ്ടിരുന്നത്. സോ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും, പക്ഷെ ആ എഫേർട്ട് ഇടാനുള്ള ഇൻട്രസ്റ്റും വേണം. സോ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലാംഗ്വേജ് ബേസ് ചെയ്യുന്ന ഏതെങ്കിലും കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സ്പേഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞുതരാം. ഇപ്പോ ഒരു പ്ലാൻ വരയ്ക്കുന്നു, ഒരു വീടിന്റെ ഒരു പ്ലാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു പിക്ചർ വരയ്ക്കുന്നു. ആ പിക്ചർ വരച്ചിട്ട് നിങ്ങൾക്ക് ആ പിക്ചർ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ പിക്ചർ എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? മനസ്സിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാർ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഏറ്റവും നല്ല ഫീൽഡ് എന്ന് പറയുന്നത് ദേ ക്യാൻ ബിക്കം എ സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ആവാം. ഇങ്ങനെയുള്ള ആൾക്കാരായി കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. സ്പേഷ്യൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് പേരിൽ തന്നെയുണ്ട്, അവർക്ക് പാട്ടുകാരാവാം, അവർക്ക് ഈ വാസന ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് SPBയുടെ കാര്യം പറയാം. ഹി മൈറ്റ് ഹാവ് ഗോട്ട് ലോജിക്കൽ ഇന്റലിജൻസ് ആൻഡ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. അപ്പോ പുള്ളി അത് ബിടെക്കിന് പോയിട്ട് പരാജയപ്പെട്ടിട്ടൊന്നുമില്ല. പുള്ളി ബിടെക്കിന് പോയി അതും പഠിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പഠിച്ചു. ആ സൈഡിൽ പുള്ളിയുടെ ഇൻട്രസ്റ്റ് ഇതായിരുന്നു. സോ മ്യൂസിക്കൽ ഇന്റലിജൻസ് ആയിരുന്നു പുള്ളിയിൽ കൂടുതൽ ഡോമിനന്റ് ആയിട്ട് നിന്നത്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഇന്റലിജൻസ് കാണുമെന്നല്ല, 8 ഇന്റലിജൻസ് ഉള്ളവരുണ്ടാവാം, വളരെ റെയറായിട്ട്. ഒന്നിലധികം ഇന്റലിജൻസ് ഉള്ളവരും ഒരുപാട് ഉണ്ടാവും. ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ളവരാണ് കൂടുതൽ സ്പോർട്സ്മാൻമാരായി മാറുന്നത്. ഇങ്ങനെയുള്ളവർക്കാണ് സ്പോർട്സിന്റെ അടുത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചർ ആവാൻ പറ്റും. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റർ ആവാൻ പറ്റും, ഒരു വക്കീലോ അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് പോകാൻ പറ്റും. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരെയാണ്, ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കോഴ്സസ്, കുറച്ച് കരിയേഴ്സ് ഉണ്ട്. അതിന് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവർക്കായിരിക്കും കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ്
നിങ്ങളുടെ ഇതിനകത്തുള്ള നിങ്ങൾ ഏതിലാണ് സ്യൂട്ട് ആകുന്നതെന്ന് നോക്കുക. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരു കരിയർ ചൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. എല്ലാവരുടെ അടുത്തും പറയാണ്, എല്ലാവരും മൈക്ക് മ്യൂട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറയാം. എൻ്റെ നാച്ചുറൽ സ്പീഡ് ഇതല്ല, ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇനി കാരണം നിങ്ങൾക്കൊരു സ്പേസ് തന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടും കൂടെയാണ് ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ. സോ നമുക്ക് ഗാർഡനേഴ്സ് തിയറി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ അറിയാൻ ഉള്ള ഒരു സയന്റിഫിക് മെത്തേഡാണ്. ഇനിയിപ്പോൾ ഉള്ളവർ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിൽ ഇതിലേതാണ് നിങ്ങളിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് അതിനനുസരിച്ചുള്ളൊരു ഫീൽഡ് ചൂസ് ചെയ്യാൻ നോക്കും. ഇനി അടുത്ത സ്റ്റെപ്പ്, നമുക്ക് നമ്മളെ മനസ്സിലായി, നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കും. സോ വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? സോ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എന്ത് നോക്കണം? ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ പോവാണ്, എന്ത് നോക്കണം? അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ 2000-ലാണ് ബിടെക്കിന് ജോയിൻ ചെയ്യുന്നത്. സോ അന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആദ്യം എടുക്കും, പിന്നെ ഉള്ളവർ കമ്പ്യൂട്ടർ സയൻസ് എടുക്കും, അത് കഴിഞ്ഞുള്ളവർ മെക്കാനിക്കൽ എടുക്കും, അതും കഴിഞ്ഞ് സിവിൽ എടുക്കും, അതും കഴിഞ്ഞുള്ളവരാണ് ബാക്കി കോഴ്സസ് എടുക്കുന്നത്. സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന സർക്യൂട്ട് ബ്രാഞ്ച് ആണ്. അതിനകത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരാം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വരാം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ വരാം, ഇതെല്ലാം വരാം. ആൻഡ് ഓൾസോ 2000-ലെ ട്രെൻഡിങ് ഡിഗ്രി എന്ന് പറയുന്നത് IT ആയിരുന്നു, ഇൻഫർമേഷൻ ടെക്നോളജി. സോ 2000-ൽ പഠിച്ചതിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും IT എടുത്ത് IT പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പഠിച്ചു തീരുന്ന എപ്പോഴാണ്? 4 വർഷമാണ് ബിടെക് കോഴ്സ്. 2004-ലെത്തിയപ്പോൾ 2004-ലെ അഡ്മിഷൻ ട്രെൻഡ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് പോകുന്ന ഡിഗ്രി ആയിരുന്നു IT ആർക്കും വേണ്ട എന്നുള്ള അവസ്ഥയായി 4 വർഷം കൊണ്ട്. സോ അപ്പൊ 2000-ൽ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പഠിച്ചിറങ്ങാൻ പോകുന്നത് 2004-ലാണ്. 2004 അതിന്റെ ട്രെൻഡ് മൊത്തത്തിൽ പോയി. പക്ഷെ എൻ്റെ കൂടെ പഠിച്ചതിൽ എല്ലാ IT-കാരും നല്ല രീതിയിൽ ജോലി വാങ്ങി പോവുകയൊക്കെ ചെയ്തു. അത് വേറൊരു കാര്യമാണ്. സോ ഏതൊരു കോഴ്സും ചൂസ് ചെയ്യുമ്പോൾ ആ കോഴ്സിന്റെ സ്കോപ്പ് അറിയുക. ഫ്യൂച്ചറിൽ ഇതിനകത്ത് സ്കോപ്പ് ഉണ്ട്. ഇന്നത്തെ ട്രെൻഡ് നോക്കി ഒരു കോഴ്സ് എടുത്തിട്ട് ഒരു കാര്യമില്ല. നാളെ ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ ഇതിനകത്ത് ഫ്യൂച്ചർ ഇറങ്ങി കഴിയുമ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിന്റെ സ്കോപ്പ് എന്നുള്ളത് വേണം ഞാൻ അറിയാനുള്ളത്. സോ സ്കോപ്പ് ഓഫ് ദ കോഴ്സ് നോക്കുക. പഠിക്കുന്നതന്നെ എന്തിനാണ്? ഒത്തിരി പേര് പഠിക്കുന്നത് അറിവ് സമ്പാദിക്കാൻ മാത്രമല്ല, നമുക്ക് നല്ലൊരു ജോലി കിട്ടണം എന്നുള്ള ഒരു ഇതിലും കൂടെയാണ് നമ്മൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത്. സോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യും. ഞാൻ ബിടെക് തന്നെ എടുത്തു പറയാൻ കാരണം ഞാൻ കൂടുതൽ ഡീൽ ചെയ്തിട്ടുള്ളത് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സും ആയിട്ടുള്ളത് കൊണ്ടാണ് ബിടെക് പറയുന്നത്. ബിടെക്കിന്റെ ഒരു നോർമൽ കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ്. സോ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ചൂസ് ചെയ്യും. അതേ സമയത്ത് ബിടെക്കിൽ തന്നെ റെയർ ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് ഉണ്ട്, ജിയോളജി പോലത്തെ കോഴ്സസ് ഉണ്ട്. സോ ബിടെക് ജിയോളജി ചൂസ് ചെയ്യും. ഇതിനകത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിനും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ സയൻസിന് പഠിച്ചിറങ്ങിയ ഞാൻ ഒരു ജോലി കിട്ടാൻ ഒരുപാടടുത്ത് ജോലി സാധ്യതയുണ്ട്. ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലും സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ട്, അല്ലാതെ തന്നെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കമ്പനീസ് ഉണ്ട്, അതിനകത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ആവശ്യം ഉണ്ടാവും. സോ ഇഷ്ടം പോലെ നമ്മുടെ ഇന്ത്യക്കകത്ത് ഏറ്റവും അധികം നടക്കുന്നത് IT എനേബിൾഡ് സർവീസസിന്റെ ജോബ്സ് ആണ്. സോ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഒരു 500 വാക്കൻസി വരുന്നു എന്ന് വിചാരിക്കും. സോ നിങ്ങൾക്ക് അത്രയും ഓപ്ഷൻ ഉണ്ട്. ജിയോളജി പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസുകാരന് 500 വാക്കൻസി കിട്ടുമ്പോൾ ജിയോളജി പഠിച്ചിറങ്ങുന്ന ആൾക്ക് 5 വാക്കൻസി ഉണ്ടാവത്തുള്ളൂ ഫ്രണ്ട്. ഇനി വേറൊരു ഡിഫറൻസ് ഇവിടെ പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ സയൻസിന്റെ 500 വാക്കൻസിക്ക് ഫൈറ്റ് ചെയ്യാൻ 5 ലക്ഷം ആൾക്കാരുണ്ടാവും, കോമ്പീറ്റ് ചെയ്യാൻ 5 ലക്ഷം ആൾക്കാരുണ്ടാവും. ജിയോളജിയുടെ 5 വാക്കൻസിക്ക് കോമ്പീറ്റ് ചെയ്യാൻ 50 പേരെ ഉണ്ടാവും. സോ രണ്ടിനും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റെയർ ആയിട്ടുള്ള കോഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലെസ് ആയിരിക്കും, കോമ്പറ്റീഷനും ലെസ് ആയിരിക്കും. സോ ഇതും കൂടെയൊക്കെ നോക്കി ഇപ്പം ഞാൻ എടുക്കുന്ന കോഴ്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും, 4 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും, ഫ്യൂച്ചറിൽ അതിന്റെ സ്കോപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതും കൂടെ നോക്കി വേണം ചെയ്യാൻ.
ഇനി വേറൊരു വിഭാഗം ഡിഗ്രി കഴിഞ്ഞാൽ അതിന്റെ ഹയർ സ്റ്റഡീസ് പോകുന്ന ആൾക്കാരായിരിക്കും. ഞാൻ ബി എസ് സി എന്തുകൊണ്ട് ഇതെടുത്തു? എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കോളേജിൽ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ബി എസ് സിക്ക് ഈ സബ്ജക്ട് എടുത്തത് എന്ന് പറഞ്ഞെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബി എസ് സി കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത് ബി എസ് സി മാത്രം പോരായിരുന്നു, എം എസ് സി കൂടെ ചെയ്യണം. പക്ഷെ ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ എം എസ് സി അങ്ങ് നോർത്ത് ഇന്ത്യയിലേ ഉള്ളൂ, അല്ലെങ്കിൽ പുറത്തേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോയി പെടരുത്. ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ആ കോഴ്സിന്റെ സ്കോപ്പ് അറിയുക, ആ കോഴ്സിന് ഭാവിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അറിയുക, ഈ കോഴ്സിന്റെ തന്നെ ഹയർ സ്റ്റഡീസ് നമുക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യാം. സോ ഇനി കുറച്ച് ഓപ്ഷൻസ് പറയാം. അതായത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിരുന്നു എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ്. ഇപ്പോൾ +2 കഴിഞ്ഞുള്ള ആൾക്കാരുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ജനറൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ബിസിനസ് മാനേജ്മെന്റ് എടുക്കാം, ലിബറൽ സ്റ്റഡീസ് എടുക്കാം, മാസ് കമ്മ്യൂണിക്കേഷൻ, എക്കണോമിക്സ്, സോഷ്യൽ വർക്ക്, സയൻസ്, കോമേഴ്സ്, ലാ, ഇങ്ങനെ ഒത്തിരി സ്ട്രീം എടുക്കാം. ഇതില് ഇപ്പൊ നമുക്ക് പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങൾ നമ്മളെ ഫ്രണ്ടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത്. ഇത്രയും സാധനം നമ്മളെ ഫ്രണ്ടിലുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചോയ്സ് എടുക്കണം. നമ്മളെ ഫ്രണ്ടിൽ 50, 100 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിനകത്ത് നിന്ന് നമ്മൾ നാരോ ഡൗൺ ചെയ്ത് നമ്മുടെ ചോയ്സിലോട്ട് എത്തണം. അതിനുവേണ്ടി പെട്ടെന്ന് കുറച്ച് കോഴ്സുകൾ പറഞ്ഞു പോവാം. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലോട്ടൊന്നും പോകുന്നില്ല, കാരണം ഇതിനകത്തൊരു 40 പേര് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 40 പേര് 40 കോഴ്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞു വരുന്നില്ല ഞാൻ. അത് നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണലി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. സോ സയൻസിന്റെ 2 ഗ്രൂപ്പ് ഉണ്ട്, എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും. സയൻസ് എ ഗ്രൂപ്പുകാർ എഞ്ചിനീയറിംഗ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബിഇഒ ബിടെക്കോ മാത്രമല്ല, ബാച്ചലർ ഓഫ് സയൻസ് ഉണ്ട്, ബാച്ചലർ ഓഫ് ഫാഷൻ ടെക്നോളജി ഉണ്ട്, ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ ഉണ്ട്, ബാച്ചലർ ഓഫ് പ്ലാനിങ് ഉണ്ട്. സോ ഇതിനകത്ത് തന്നെ ഒരുപാട്, ഞാൻ കുറച്ചൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോറൻസിക് ഉണ്ട്, ബാച്ചലർ ഓഫ് ലാ പോലും, ബിടെക്കിന് LLB പോലും ഉണ്ട് നമ്മളെ ഓപ്ഷൻസ് ആയിട്ട്. ഇനി വേറൊരു ഓപ്ഷൻ ഉള്ള ഡ്യുവൽ പ്രോഗ്രാംസ് ഉള്ള ഒരുപാട് കുറച്ച് കോളേജസിൽ പറയുന്നുണ്ട്. ഡ്യുവൽ പ്രോഗ്രാംസിന് മിക്കവാറും ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും, കാരണം ഒറ്റ അഡ്മിഷനിൽ തന്നെ നിങ്ങൾ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും കൂടെ ഒന്നിച്ചെടുക്കുകയാണ് 6 വർഷത്തെ പഠനം കൊണ്ട്. 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി തരുന്നുണ്ടാവും, പിന്നെ 2 വർഷം കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മാസ്റ്റേഴ്സും തരും. ഇപ്പൊ 2 അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഡ്യുവൽ പ്രോഗ്രാമിന്റെ ഒരു അഡ്വാൻറ്റേജ്. സോ സയൻസിന്റെ ബി ഗ്രൂപ്പ് ആണെങ്കിലോ മെഡിക്കൽ ഫീൽഡാണ്. MBBS മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ MBBS മാത്രം നിൽക്കരുത്. ഇപ്പം മക്കൾക്ക് MBBS അഡ്മിഷൻ കിട്ടിയില്ല എന്ന് വിഷമിക്കുന്ന പേരൻസ് ആണുള്ളത്. നല്ല മാർക്കുണ്ട് നീറ്റില്, നല്ല റാങ്ക് ഉണ്ട്, നല്ലോണം പഠിക്കും, പക്ഷെ MBBS കിട്ടാനുള്ള അത്രയും സ്കോപ്പ് ഇല്ല എന്ന് വരുമ്പോഴാണ് ആകെ വിഷമമാകുന്നത്. MBBS മാത്രമല്ല അതിനകത്തുള്ള ഓപ്ഷൻ, ബാച്ചലർ ഓഫ് ആയുർവേദ മെഡിസിൻ ഉണ്ട്, ആയുർവേദം ഉണ്ട്, സിദ്ധയുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്. നമ്മളെ കേരളത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം MBBS പോലെ ഡെവലപ്പായി വരുന്ന ഒരു സംഭവമാണ് ആയുർവേദം. ആയുർവേദത്തിന് അത്രയധികം സ്കോപ്പും, നിങ്ങൾ ഗവൺമെന്റ് ജോബ്സ് നോക്കുകയാണെങ്കിൽ അത്രയും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പിന്നെ BDS ഉണ്ട്. MBBS കഴിഞ്ഞാൽ അടുത്ത ഇമ്മീഡിയറ്റ് ഓപ്ഷൻ BDS ആയിരിക്കും. BDS ഉണ്ട്. BNYS എന്ന് പറയുന്നത് നാച്ചുറോപ്പതിയും യോഗ സയൻസും ആണ് BNYS. ഇനി മെയിൻ സ്ട്രീമിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ചൂസ് ചെയ്യാം, ഒപ്റ്റോമെട്രി ചൂസ് ചെയ്യാം. BOT എന്ന് പറഞ്ഞ് ഞാനൊരു കോഴ്സ് ഇട്ടിട്ടുണ്ട്, ബാച്ചിലർ ഓഫ് ഒക്കുപേഷൻ തെറാപ്പി എന്നാണ് അതിന്റെ പേര്. ഒത്തിരി ഓപ്ഷൻസും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഒരു കോഴ്സാണിത്. ഒരുപാട് കോളേജിലൊന്നുമില്ല, തമിഴ്നാട്ടിലെ കുറെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്നുണ്ട്, ഇവിടെയും മേജർ ആയിട്ടുള്ള കോളേജസ് ഓഫർ ചെയ്യുന്നുണ്ട്. BOT, ബാച്ചിലർ ഓഫ് ഓക്കുപേഷൻ തെറാപ്പി. BPT ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. ഇതെല്ലാം 4 അല്ലെങ്കിൽ 4.5 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സസ് ആണ് ഇതെല്ലാം. ഈ താഴോട്ട് കിടക്കുന്നതിൽ BSc ട്രോമ കെയർ, BSc ട്രോമ കെയർ മാനേജ്മെന്റ് 4 വർഷത്തെ കോഴ്സ് ഉണ്ട്. B.Pharm എല്ലാം ഉണ്ട്. ഇപ്പോൾ അഗ്രികൾച്ചറൽ സയൻസ് ഉണ്ട്, വെറ്റിനറി സയൻസ് ഉണ്ട്, ഫിഷറീസ് സയൻസസും ഉണ്ട്. സോ മെഡിക്കൽ ഫീൽഡിനകത്ത് MBBS BDS മാത്രമല്ല, മെഡിക്കൽ ഫീൽഡിൽ നിൽക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ഇതും ഇതിൽ കൂടുതൽ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് കോമേഴ്സ്. ഞാനെടുത്ത് സയൻസ് ഗ്രൂപ്പിന്റെ തൊട്ട് താഴെ ഇടാൻ കാരണം ഇന്നത്തെ ട്രെൻഡ്, നാളെ വരാൻ പോകുന്ന ട്രെൻഡ്, കോമേഴ്സിന് ഒരു നല്ല റോള് ഉണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം,
ജോലി എന്നുള്ളതിന്റെ പ്രശ്നം മനസ്സിലാക്കിയ പലരും സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിലോട്ടാണ് പോകുന്നത്. ചെറിയ ബിസിനസ് ആയാലും വലിയ ബിസിനസ് ആയാലും അതിനകത്ത് ഈ കോമേഴ്സുകാർക്ക് നല്ലൊരു റോളുണ്ട്. കോമേഴ്സിൽ പിന്നെ നമ്മളെ നാട് GST പോയി. അപ്പൊ കോമേഴ്സ് എടുത്ത് വെച്ച് കുറച്ച് ഇൻകം ടാക്സിന്റെ സ്പെഷ്യലിസ്റ്റും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടിരുന്ന് ഒരു ജോലി അന്വേഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നേറാൻ പറ്റും. സോ BCOMന് നല്ലൊരു ചാൻസ് ഉള്ള ഒരു സമയമാണ്. സോ പിന്നെ അതിന്റെ കൂടെയുള്ള ഓപ്ഷൻസ് ആണ് BBA ഉണ്ട്, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻസ് ഉണ്ട്, ഫൈൻ ആർട്സ് ഉണ്ട്, ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്. നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവ് ആണ്, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ BFA പോവാം, ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്. പിന്നെ BSc തന്നെ ഫൈനാൻസും ബാക്കി കാര്യങ്ങളും ആണ്. ഇതെല്ലാം 3 year പ്രോഗ്രാംസ് ആണ്. ഓക്കെ, സോ BCom ഈസ് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ നമ്മുടെ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസസ് നോർമലി ഉള്ളതിൽ BA ലിറ്ററേച്ചർ തുടങ്ങി സൈക്കോളജി, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജേർണലിസം, ഫിലോസഫി, സോഷ്യൽ വർക്ക്, ജിയോഗ്രഫി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ലാംഗ്വേജസ്, ഇന്ത്യൻ ലാംഗ്വേജും ഫോറിൻ ലാംഗ്വേജസിനുള്ളതുണ്ട്. ബാച്ചുലർ ഓഫ് റൂറൽ സ്റ്റഡീസ് എന്നുള്ളതുണ്ട്. ഇത് വെറുതെ BA എന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഞാൻ എടുത്ത് വെക്കാൻ കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്ട്രെങ്തിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യാൻ എന്തായാലും ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. അതുകൊണ്ടാണ് ഇത് ഓരോ സബ്ജക്റ്റ് ഞാൻ എടുത്തു വെച്ചത്. റൂറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, ബാച്ചുലർ ഓഫ് റൂറൽ സ്റ്റഡീസ്. ഇനി കുറച്ച് ലോ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് നോർമൽ ഡിഗ്രി ഉണ്ട്, അല്ലാതെ LLB ഉണ്ട്, BL ഉണ്ട്, BLS ഉണ്ട്. ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ BTech LLB എന്ന് പറഞ്ഞൊരു കോഴ്സ് വരെ ഉണ്ട്. അതിനകത്ത് പലതും അതിന്റെ സിലബസ് നോക്കിയപ്പോൾ പകുതിയും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പേപ്പേഴ്സ് ഉണ്ട്, ബാക്കി പകുതി ഇന്ത്യൻ ലോയിനെ ബേസ് ചെയ്തുള്ള പേപ്പറുണ്ട്. അത് 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഈ പൊസിഷൻ ആർക്കാണ് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ടെക്നിക്കൽ കമ്പനിയിലുള്ള ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും, വിത്ത് അപ്സ് എ ലീഗൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ കയറാൻ പറ്റും. സോ ദെൻ കംസ് ബിസിനസ് മാനേജ്മെന്റ്. ബിസിനസ് മാനേജ്മെന്റിനകത്ത് പറയുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് BBAയും MBAയും ആയിരിക്കും. BBA, MBA. അതിന്റെ കൂടെ തന്നെ BBM ഉണ്ട്, ബാച്ചുലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്, BMS, BBS, കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമും ഉണ്ട്. IIPM മാനേജ്മെന്റ് നടത്തുന്ന ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഒരുപാട് നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവും. ഇവരുടെ എൻട്രൻസ് നിങ്ങൾ അറിഞ്ഞ് എൻട്രൻസിനകത്തോട്ട് പ്രിപ്പയർ ചെയ്ത് അവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടുന്നത് പോലെ തന്നെ ആയിരിക്കും. അങ്ങനത്തെ കുറേ അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ പറ്റുന്ന ഒരു ഫീൽഡാണ് ഹോട്ടൽ മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, കുലിനറി ആർട്സ് എന്ന് പറയുന്നവരാണ് പിന്നെ ഷെഫായിട്ടും ബാക്കി കാര്യങ്ങളിലോട്ടും ഒക്കെ പോകുന്നത്. BA ഡിഗ്രി ഉണ്ട്, BSc ഡിഗ്രി ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ. ഇവർക്ക് എവിടെയാണ് സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ കാണുന്നുണ്ട്, പല ഹോസ്പിറ്റലും ഭയങ്കരമായ ബിസിനസ് സെന്റേഴ്സ് ആണ്. അവിടുത്തെ ഒരു ഫ്ലോർ മാനേജർ എന്നുള്ള ലെവലിൽ നിൽക്കുന്നത് ഈ ആൾക്കാരായിരിക്കും. ഹോസ്പിറ്റാലിറ്റിയിൽ BScയോ MScയോ MBAയോ കഴിഞ്ഞവരായിരിക്കും നിൽക്കുന്നത്. ലിബറൽ ആർട്സ് നോർമൽ നമ്മൾ കാണുന്ന BA, BSc, BBM, BMC, BJMC ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ജേർണലിസം താല്പര്യമുള്ളവർ, മാസ് കമ്മ്യൂണിക്കേഷൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോഷ്യൽ വർക്കും കുറച്ച് സാമൂഹികമായിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം MSW, BSW, MSW ഒക്കെ എടുത്തിട്ട് വെറുതെ കടയിൽ പോയി ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതല്ല, നിങ്ങളുടേതായ ഒരു നിങ്ങളുടെ വ്യക്തിത്വത്തിന് നിങ്ങൾക്ക് കുറച്ച് സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് നിൽക്കാനും അങ്ങനത്തെ ജോലിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ കോഴ്സുകൾ എടുക്കും. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആണ്, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇഷ്ടമാണ് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഫൈൻ ആർട്സോ ക്രിയേറ്റീവ് ആർട്സ്, ബാച്ചുലർ ഓഫ് ക്രിയേറ്റീവ് ആർട്സ് എന്ന് പറഞ്ഞൊരു കോഴ്സും ഉണ്ട്. BPA, BA, ബാച്ചുലർ ഓഫ് ഇന്റീരിയർ ഡിസൈൻ. ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഒക്കെ പ്രത്യേകത നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ പഴയതുപോലെയല്ല, നമ്മൾ വീട് വെക്കാൻ പോകുമ്പോഴത്തേക്കും വെറുതെ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കലല്ല. ഫസ്റ്റ് തുടങ്ങി ഇന്റീരിയർ ഡിസൈനറിന് നല്ലൊരു റോളുണ്ട്. that is a big business. ഇതൊന്നും അല്ല, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്, നമുക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞ ഡിഗ്രി ഇൻക്ലൂഡിങ് BTechോ MBBSോ ഉൾപ്പെടെ ഉള്ളതിൽ
ഈ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കോഴ്സിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് എന്നെ വിളിക്കും. ഇതൊന്നും ഇല്ല എന്നുള്ളവർക്കും +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഡിഫൻസ് അക്കാഡമി, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ടെസ്റ്റ് എഴുതി. പിന്നെ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിട്ടൺ ടെസ്റ്റ് എഴുതണം. റിട്ടൺ ടെസ്റ്റിന്റെ അതേ പ്രാധാന്യം ഫിസിക്കലിനും ഉണ്ട്, നമ്മുടെ ഇതിനും ഉണ്ട്, മെഡിക്കലിനും ഉണ്ട്. സോ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്കത് അവസാനം നോക്കാം. സോ NDA, സ്പോർട്സ് മാനേജ്മെന്റ്, ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു നിർത്തിയത് അതാണ്. നിങ്ങൾ നമ്മളെ ഫ്രണ്ടിൽ 100-ലധികം ഓപ്ഷൻസ് ഉള്ളതിൽ നിന്ന് ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ബെറ്റർ ഏതാണെന്ന് തോന്നുന്ന ഒരെണ്ണം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം, ഈ പറഞ്ഞ കോഴ്സുകൾക്ക് ഭാവിയിൽ സ്കോപ്പ് ഉണ്ടാവും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഇതിന്റെ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കോഴ്സിന് ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ നോക്കണം. ഇത് ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രിപ്പറേഷൻ ആണ്. ഇതിനെന്ത് ചെയ്യണം? വെറുതെ നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്ത് വെച്ചാൽ പോരാ. ലൈക്ക് ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു പർട്ടിക്കുലർ കോഴ്സ് വേണം. ആ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ ഈ കോഴ്സിനാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക. കോഴ്സ് ചൂസ് ചെയ്യുന്നത് പോലെ, നിങ്ങൾ കോഴ്സ് പഠിക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിൻ്റെതായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിൻ്റെതായ ഫാക്കൽറ്റി ഉണ്ടോ, നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഫാക്കൽറ്റി ഉണ്ടോ, ലാബ് ഫെസിലിറ്റീസ് ഉണ്ടോ, ഇവരുടെ പഴയ പ്ലേസ്മെന്റ് റെക്കോർഡ്സ് എങ്ങനെയാണ്, ഇവർ പ്ലേസ് ചെയ്യുന്നുണ്ടോ, നമ്മളെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇവർ പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം അവസാനം വരെ പാലിക്കുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് പ്രൈവറ്റ് ഫേംസ് ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലോട്ട് വന്നതുകൊണ്ടാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. വെറുതെ കുറച്ച് ആൾക്കാർ, കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് വെറുതെ നടത്തുന്നവർ നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയർ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. 4 വർഷം കൊണ്ട് ഒരു ഡിഗ്രി കിട്ടും നിങ്ങൾ. അതുപോലെ തന്നെയാണ് എല്ലാ കോഴ്സിനുള്ളത്. സോ അതും കൂടെ അസസ് ചെയ്യണം. അപ്പോൾ ആ കോഴ്സ് ഉള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സെലക്ട് ചെയ്യുക. വൺസ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്താൽ അവിടുത്തെ അഡ്മിഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയുക. അടുത്ത അഡ്മിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് കോച്ചിങ് മോഡൽ എന്താണ്, എപ്പോഴാണ് ഇവർ എൻട്രൻസ് നടത്തുന്നത്, എപ്പോഴിവർ എൻട്രൻസിന് കോൾ ഫോർ ചെയ്യും. ഇനിയിപ്പോ നമ്മൾ മെയിലോ ജൂണിലോ ഇരുന്ന് നോക്കിയിട്ട് ചിലപ്പോൾ പ്രയോജനപ്പെട്ടില്ല. കാരണം ജാനുവരിയിലും ഫെബ്രുവരിയിൽ എൻട്രൻസ് കോൾ ഫോർ ചെയ്തവരുണ്ടാവും. മെയ് ജൂൺ ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡേറ്റ് എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. സോ അതിന്റെ ഒരു കലണ്ടർ നമ്മൾ റെഡിയാക്കി വെക്കുക. 9th 10th 11th പഠിക്കുന്നവരാലോചിക്കുക, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സിന്റെ എൻട്രൻസ് കാലണ്ടർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, നേരത്തെ അറിഞ്ഞു വെക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ ആദ്യം സെലക്ട് എ റൈറ്റ് കോഴ്സ്, രണ്ടാമത്തെ സെലക്ഷൻ ഓഫ് റൈറ്റ് കോളേജ്, ലിസ്റ്റ് ഓഫ് കോളേജ് എടുക്കുക, റാങ്ക് ചെയ്യുക. ഇതിനെല്ലാം പണ്ടത്തെ പോലത്തെ കഷ്ടമൊന്നുമില്ല. വെറുതെ നിങ്ങൾ NIRF റാങ്കിങ് നോക്കിയാൽ മതി, ഒരു കോളേജിന്റെ റാങ്കിങ് കൃത്യമായിട്ട് കിട്ടും. അത് അവർ റാങ്ക് ചെയ്തിരിക്കുന്നത് ഒരു 100-ലധികം ഘടകങ്ങൾ നോക്കിയായിരിക്കും ഒരു കോളേജിനെ റാങ്ക് ചെയ്തിട്ടുണ്ടാവുക. സോ ആ റാങ്കിങ് വിശ്വസിക്കാം. അല്ല, കോളേജ് പറയുന്ന ഒരു റാങ്ക് ഉണ്ടാവും, അതെല്ലാം എടുക്കാൻ പറയുന്നത്. നാഷണൽ ലെവലിൽ തരുന്ന റാങ്ക് ലിസ്റ്റ് എടുത്ത് വേണം കോളേജിനെ ചൂസ് ചെയ്യാൻ. എൻട്രൻസ് ഫെമിലിയറൈസേഷൻ വിത്ത് അഡ്മിഷൻ പ്രോസസ് ആണ് ഞാൻ പറഞ്ഞത്. പാറ്റേൺ ഓഫ് എൻട്രൻസ് ടെസ്റ്റ് അറിഞ്ഞു വെക്കുക, കലണ്ടർ ഓഫ് ഈവൻസ് അറിഞ്ഞു വെക്കുക. പിന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, എൻട്രൻസ് ക്ലിയർ ചെയ്യുക, അഡ്മിഷൻ അവിടെ റെഡിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. എനിക്കറിയാവുന്ന രീതിയിൽ ഒരു പ്ലാനിങ് എന്ന് ഉദ്ദേശിച്ച് ഇതാണ്. 4 സ്റ്റെപ്പ്. നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ട്രെങ്തിനനുസരിച്ചുള്ള പോസിബിലിറ്റീസ് കണ്ടെത്തുക, ആ പോസിബിലിറ്റീസിൽ നിന്ന് പ്രാക്ടിക്കലി ഇപ്പോൾ പോസിബിൾ ആയ ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. ആ ചൂസ് ചെയ്ത കോഴ്സിന് പറ്റുന്ന കോളേജും പറ്റുന്ന എൻട്രൻസും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ചൂസ് ചെയ്ത് അഡ്മിഷൻ എടുക്കും. സോ കുറച്ച് കോഴ്സസ് ഇപ്പോൾ കുറേ പേര് പറഞ്ഞു. നേരത്തെ ഡിസ്കഷൻ വന്നപ്പോൾ കുറച്ച് പേർക്ക് പുറത്തു പോകാൻ താല്പര്യമുള്ളവരുണ്ട്, കുറച്ച് പേർക്ക് ഇവിടെ തന്നെ നിൽക്കണം, ഇവിടുത്തെ കുറച്ച് റെയർ ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി കുറച്ച് കോഴ്സുകളാണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് BSc കഴിഞ്ഞാൽ ഉടനെ ഇംഗ്ലീഷോ മാത്സോ ഫിസിക്സോ മാത്രമല്ല, അതിന്റെ അപ്പുറത്തുള്ള കുറച്ച് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് കോഴ്സസ് ഉണ്ട്. BSc ഇൻ മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ,
BA റിസർച്ച് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതും ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നതുമായ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതുമായ ഡേറ്റയാണ് ഈ ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി. മേ ബി നമുക്ക് ഈ ഇടയ്ക്ക് വന്ന സിനിമകൾ കുറേയൊക്കെ അതിനൊരു നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എന്നാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അന്വേഷിക്കുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ടാണ് എടുത്തിട്ടത്. ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി പറഞ്ഞുതരാം, ഇങ്ങനത്തെ കോഴ്സിന്റെ കേസ് പറഞ്ഞുതരാം. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, നോർത്ത് സൈഡിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ബേസിക് കോഴ്സും അതായത് ഡിഗ്രിയും മാസ്റ്റേഴ്സും ഓഫർ ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. എന്ത് തരം ജോബ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഡയറക്ട്ലി നിങ്ങൾക്ക് ഒരു ക്രിമിനോളജിസ്റ്റ് ആയിട്ടൊന്നും കയറാൻ പറ്റത്തില്ല നമ്മുടെ കോഴ്സിലാണെങ്കിൽ തന്നെയും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കയറാം. ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് ലെസ് ആയിരിക്കും, പക്ഷെ റെയർ ആയിട്ടുള്ള കോഴ്സാണ്. ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, കുലിനറി സയൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ സ്ഥിരം കാണുന്നതാണ് ഒരു ഡയറ്റീഷ്യൻ. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഡയറ്റീഷ്യൻ, ഒരു ന്യൂട്രീഷ്യനിസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാവും. ഓപ്റ്റോമെട്രിയും ഉണ്ട്. ഓക്കെ, കണ്ണിന് മാത്രമായിട്ട് ഓപ്റ്റോമെട്രി ഉണ്ട്. പിന്നെ ഈ കോഴ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ കുറെ കോഴ്സെങ്കിലും നിങ്ങൾ +2 കഴിഞ്ഞവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മെഡിക്കൽ ലാബ് ടെക്നോളജി, കാർഡിയാക് ടെക്നോളജിസ്റ്റ്, അനസ്തീഷ്യ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഇതെല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു കോഴ്സാണ്. ഇപ്പോഴത്തെ നമ്മളിപ്പോ സാധാരണ ഹോസ്പിറ്റലിൽ എങ്ങും കാണാറില്ലല്ലോ. ഏത് ഹോസ്പിറ്റലിന്റെ ബോർഡിൽ നോക്കിയാലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെയാണ്. അവരുടെയൊക്കെ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തും സാധാരണ നഴ്സിനെ കൊണ്ടല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ നിർത്തിയിരിക്കുന്നത്. അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റ് ആൾക്കാരുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി പഠിച്ചവരായിരിക്കും ഇത് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മെയിനായിട്ട് അതിൽ പറയാനുള്ളത്, നിങ്ങൾ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും മിക്കവാറും നിൽക്കുന്നത്. നമ്മളിപ്പോ ഒരു കോഴ്സ് എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു ജോലി കിട്ടി നമ്മൾ റിട്ടയർ ആകുന്നത് വരെ ഒരേ പോസ്റ്റിൽ ഇരിക്കുന്ന കോഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എൻ അട്രാക്റ്റീവ് കോഴ്സ്. പക്ഷെ ഇവിടെ അട്രാക്റ്റീവ് അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ കാർഡിയക് ടെക്നോളജി പഠിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ കാർഡിയക് ടെക്നോളജിസ്റ്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് നിങ്ങൾക്ക് കയറാനുള്ള ഓപ്ഷൻസ് വളരെ ചുരുക്കമായിരിക്കും, വളരെ റെയറായി. സോ നല്ല കോഴ്സാണ്, പക്ഷെ ഒരു ലെവലിലായിരിക്കും നിൽക്കുന്നത്. അതും കൂടെ അറിഞ്ഞ കോഴ്സ് എടുക്കാൻ. ഇപ്പൊ പിന്നെ ആരും ബിടെക്കിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ് എടുക്കുന്നില്ല. ഇങ്ങനത്തെ കുറെ സ്പെഷ്യലൈസേഷനിലായിട്ടാണ് എടുക്കുന്നത്. പല ഡീംഡ് യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഓഫർ ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്. സ്പെഷ്യലൈസേഷൻ ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഓട്ടോമേഷൻ, ബയോ ഇൻഫർമാറ്റിക്സ്, പിന്നെ ഡേറ്റ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഡേറ്റ അനാലിറ്റിക്സ്, ഇങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് ഏരിയയിലായിരിക്കും എടുക്കുന്നത്. ഈ കോഴ്സ് ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫീൽഡാണ്. അതിന്റെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു ഏരിയയിലായിരിക്കും നിങ്ങൾ ഒതുങ്ങിക്കൂടുന്നത്. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുന്നവരടുത്ത് ഞാൻ പറയുന്നത്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിക്കുക, എന്നിട്ട് ഇതിന്റെ സ്പെഷ്യലൈസേഷൻ ചെയ്യുക. അല്ലാതെ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം ഒരുപാട് കോളേജസ് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് നിർത്തിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡേറ്റ അനാലിറ്റിക്സും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഡേറ്റ അനാലിറ്റിക്സ്, ബിഗ് ഡേറ്റ അനാലിറ്റിക്സ്, ഇതെല്ലാം ഫ്യൂച്ചറിലെ ജോബാണ്. അതായത് ഇനി ഒരിക്കലും നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ, നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സോ ചേട്ടന്മാരാരെങ്കിലോ BPOയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇങ്ങനെയുള്ള ജോബ് ഒന്നും 5 വർഷം കഴിഞ്ഞ് ഉണ്ടാവത്തില്ല. ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇത് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഓപ്ഷൻസ് ഉള്ള ആൾക്കാർ ഈ ഡേറ്റ അനലിസ്റ്റുകളാണ്. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നവർ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, അടുത്ത് വരാൻ പോകുന്ന ബൂം എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കും. നമ്മുടെ പെട്രോൾ ഡീസൽ വെഹിക്കിൾസ് പോയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കും വരുന്നത്. സോ അതിന്റെ സ്പെഷ്യലൈസേഷൻ ചെയ്യാമെങ്കിൽ നല്ലതാണ്. ഞാൻ വേറൊരു കോഴ്സും കൂടെ പറയാം. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് കൊണ്ട് കുറച്ച് പേർക്ക് പുറത്തോട്ട് പോകാൻ ഓപ്ഷനുള്ള, പെൺകുട്ടികൾക്ക് പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നോർമലി എല്ലാവരും ചെയ്യുന്നത് പോയി BSc നഴ്സിംഗ് പഠിക്കുക എന്നുള്ളതാണ്. BSc നഴ്സിംഗ് പഠിച്ച് പുറത്തോട്ട് പോകാൻ നോക്കും. ഇനി വേറൊരു ഓപ്ഷൻ, നല്ല ഓപ്ഷൻ തന്നെയാണ് അത്. പുറത്താണ് നോക്കുന്നത് എങ്കിൽ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് BASLP എന്ന് പറയുന്ന ഒരു കോഴ്സ്. ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്, BASLP. BASLP ആൾക്കാർ അതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, മെഡിക്കൽ ഫീൽഡുമായിട്ട് നിൽക്കുന്ന കോഴ്സാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ സയൻസ് ബിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ കോഴ്സ്.
ഓക്കെ, ഇട്ടിട്ടില്ല. ഇപ്പൊ ഈ കാറ്റഗറിയിൽ വരുന്ന കോഴ്സാണ് BASLP, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്. ഈ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിന് പുറത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. ഫോറിൻ കൺട്രീസിനകത്ത് നല്ല രീതിയിൽ പല യൂറോപ്യൻ കൺട്രീസിലും നമ്മൾ മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതൊരു ഓപ്ഷൻ ആണ്. സോ ഫൈനലി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനകത്ത് കൂടുതൽ ബാക്കി കാര്യങ്ങൾ പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നുകൂടെ പറയാണ്. ആദ്യം നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുക, പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക, പ്ലാൻ ചെയ്ത് അത് നടത്തി. അത്രയും കൃത്യമായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 1 വർഷം, അല്ലെങ്കിൽ ഈ 9ാം ക്ലാസ്സിലുള്ളവർ 9, 10, 11, +2 ഇത്രയും ഒരു 4 വർഷത്തെ ഒരു പ്ലാനിങ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നമ്മൾ വിചാരിച്ചതുപോലെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ പറ്റട്ടെ, എല്ലാവരും അതുപോലെ പ്ലാൻ ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടെ ഞാൻ നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. സർ, ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് ശിവാനി. എന്താണ് ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശിവാനി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പ്രൊഫസർ എന്നുള്ള ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത്, എന്തിന്റെ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ടീച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ടീച്ചർ ഈ പറഞ്ഞ എല്ലാ കോഴ്സും ഒരു കോളേജിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ കോഴ്സ് പഠിപ്പിക്കാനുള്ള ടീച്ചർ വേണം. ഇപ്പൊ MBBS തന്നെ ഇരിക്കുന്നു, മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന സ്റ്റുഡന്റിനെ പഠിപ്പിക്കാൻ വരുന്നത് MBBS ഉള്ള ഒരാൾ തന്നെയാണ്. സോ ഓക്കെ, ജോർജിന്റെ ക്വസ്റ്റ്യനിലോട്ട് വരാം. അതിന് മുമ്പേ പറയാം, MBBSഉം അതിന്റെ മാസ്റ്റേഴ്സ് MD എടുത്ത ഒരാളായിരിക്കും MBBSനെ പഠിപ്പിക്കാൻ വരുന്നത്. ബിടെക്കുകാരെ കോളേജിൽ പഠിപ്പിക്കാൻ വരുന്നത് ബിടെക് എടുത്ത് പിന്നെ അതിന്റെ മാസ്റ്റേഴ്സ് ആയ MTech എടുത്ത ആൾക്കാരായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ടീച്ചിങ് ആറ്റിറ്റ്യൂഡ് ആണ് ഉള്ളത് എങ്കിൽ ഏത് കോഴ്സ് എടുത്താലും അതിന്റെ മാസ്റ്റേഴ്സ് ചെയ്തിട്ട് അതാത് കോളേജിൽ ടീച്ചിങ് സൈഡിലോട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ടീച്ചിങ്ങിനെന്ന് പറഞ്ഞൊരു പ്രത്യേക കോഴ്സ് ഇല്ല. അത് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ BSc എടുക്കുന്നു, MSc എടുക്കുന്നു, MPhil എടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സോ B.Ed പോലത്തെ കോഴ്സോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചിങ്ങിന് എലിജിബിൾ ആവും. പിന്നെ അതായത് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കിവിടെ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. അതുപോലത്തെ ടെസ്റ്റുകൾ എഴുതിയാൽ PSC ലെവലിൽ പോകാൻ പറ്റും, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെന്ന് പറഞ്ഞ കോഴ്സില്ല. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും ടീച്ചിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അടുത്തത് ടീച്ചിങ്ങിന് സ്കോപ്പ് എല്ലാ സ്ഥലത്തും ടീച്ചിങ്ങിന് സ്കോപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എഞ്ചിനീയറിംഗ് കോളേജ് നടത്തണമെങ്കിൽ അവിടെ പഠിപ്പിക്കാൻ ടീച്ചർ വേണം, മെഡിക്കൽ കോളേജ് നടത്തണമെങ്കിൽ അവിടെ പഠിപ്പിക്കാൻ ടീച്ചർ വേണം. ഇനി ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിൽക്കാം സ്വന്തമായിട്ട്. ഇപ്പൊ നിങ്ങളെ ടീച്ചേഴ്സിനെ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവരും ഇതേപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്ത ആൾക്കാരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഒരു ടൈം വരുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തമായ രീതിയിൽ അക്കാഡമി പോലെ തുടങ്ങി അങ്ങനത്തെ ഒരു രീതിയിലും പോവാം. സോ സ്കോപ്പ് എല്ലാ സ്ഥലത്തും ഉണ്ട്, ഈവൻ പുറത്തോട്ട് പോവുകയാണെങ്കിൽ പോലും. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശിവാനി അറിയേണ്ടത്, നമ്മൾ ബേസിക് കോഴ്സ് ഡിഗ്രി എടുക്കുക, മാസ്റ്റേഴ്സ് എടുക്കുക, അതും കഴിഞ്ഞ് PhD ലെവലിലും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് ടീച്ചിങ് ഫീൽഡിലോട്ട് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് കിട്ടുന്നത്. Which course would be best course for me to specialize in AI technology? AI ടെക്നോളജി എടുക്കാനുള്ള ആളിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ ഇതിനുള്ള ആൻസർ പറഞ്ഞെന്ന് തോന്നുന്നു. അതായത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം, കമ്പ്യൂട്ടർ സയൻസ് മേജറായിട്ട് എടുത്തിട്ട് AI സ്പെഷ്യലൈസ് ചെയ്യാം. ഇനി AI തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കോളേജസ് BTech കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI ടെക്നോളജി, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സസ് ഉണ്ട്, അതും എടുക്കാം. സോ യു ക്യാൻ എയ്തർ ചൂസ് എ നോർമൽ BTech കോഴ്സ്. എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ നോർമൽ BTech കോഴ്സ് എടുക്കാനേ പറയത്തുള്ളൂ. കാരണം ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിനകത്ത്
നല്ല രീതിയിൽ നിങ്ങളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിപ്പിച്ച് തരാൻ പറ്റുന്ന കോളേജസ് വളരെ കുറവായിരിക്കും. കാരണം ഇപ്പോഴും തന്നെ ആയിരിക്കും ടീച്ചേഴ്സും ഇപ്പോഴായിരിക്കും ഇതിന്റെ കൂടെ ഇതിന് ഒരു ഫെമിലിയറായി വരുന്നത്. കാരണം ഞങ്ങളെ കമ്പനിക്ക് വേണ്ടി ഞങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പനി ഉണ്ട്. അപ്പൊ അവിടത്തേക്ക് വേണ്ടി ഒരു റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ഡെവലപ്പറെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം പുതിയ ഫീൽഡാണ്, അതിനകത്ത് എക്സ്പെർട്ടൈസ് ആയി വരാൻ ആൾക്കാർ ടൈം എടുക്കും. അതുപോലെ തന്നെയാണ് ടീച്ചിങ്ങിന്റെ കേസ്. എഐയില് ടീച്ചേഴ്സിന് കിട്ടുന്ന ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും. ഇൻഡസ്ട്രിയിലുള്ളവർ അത് വിട്ട് ഇങ്ങോട്ട് വരുന്നതും കുറവായിരിക്കും. അതുകൊണ്ട് ബെറ്റർ കമ്പ്യൂട്ടർ എടുക്കുക, എന്നിട്ട് AI സ്വന്തം നിലയ്ക്കും ഒരുപാട് യൂണിവേഴ്സിറ്റീസ്, ഫോറിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. സർട്ടിഫൈഡ് ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. വെറുതെ ഓൺലൈൻ കോഴ്സിന് കയറാനല്ല ഞാൻ പറയുന്നത്, അവർ ഇന്നെ സർട്ടിഫൈ ചെയ്യും. നിങ്ങളിപ്പോൾ NPTEL ഉണ്ട്, ഹാർവേഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇവരൊക്കെ അവരുടേതായ കോഴ്സസ് ഓൺലൈനിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവര് ഒരാഴ്ച നിങ്ങൾ ഇത്ര മണിക്കൂർ കോഴ്സ് അറ്റൻഡ് ചെയ്യണം, അവരിടുന്ന അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം, അവരിടുന്ന എക്സാംസും ചെയ്യണം. അങ്ങനെയാണ് ആ കോഴ്സിന് നിങ്ങൾക്ക് അവസാനം ഒരു സർട്ടിഫിക്കേഷൻ തരും. അപ്പൊ അതൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. യു ക്യാൻ ഗോ ഫോർ സൈക്കോളജി. BSc സൈക്കോളജി ചെയ്യാം. MSc എടുക്കുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിക്ക് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാം. യൂണിവേഴ്സിറ്റി റാങ്കിങ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ തന്നെ യൂണിവേഴ്സിറ്റി റാങ്കിങ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അതിന് പറ്റുന്നത് NIRF റാങ്കിങ് എന്ന് പറഞ്ഞ റാങ്കിങ് ഉണ്ട്. NIRF റാങ്കിങ് ഉണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജസിനാണ് NIRF റാങ്കിങ് ഉണ്ടാവും, AICTEയുടെ റാങ്കിങ് ഉണ്ടാവും. NIRF എഫ് ആണ്, അത് M അല്ല, F ആണ്. സോ ആ റാങ്കിങ് ചെക്ക് ചെയ്യാം. ബാക്കി ഘടകങ്ങളെല്ലാം കൂടെ നോക്കണം കേട്ടോ. ഈ റാങ്കിങ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ഘടകങ്ങളും നിങ്ങൾ നോക്കണം. ആ കോളേജ് എത്രത്തോളം, എപ്പോൾ തുടങ്ങിയ കോളേജാണ്, ഫാക്കൽറ്റിയുടെ ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുക, വെറുതെ എടുത്ത് നോക്കുക. എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി അതിനകത്തുണ്ട്, എത്ര ഫാക്കൽറ്റി. ഇപ്പോൾ ഒരേ സ്ഥാപനത്തിൽ ഒരു ഫാക്കൽറ്റി 10 കൊല്ലമായിട്ടോ 15 കൊല്ലമായിട്ടോ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനം നല്ലതാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റി അതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. പിന്നെ അന്വേഷിക്കും. NIRFindia.org സൈറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനകത്തോട്ട് കയറിയും നോക്കാം. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് നല്ല കോഴ്സാണ്. എയറോനോട്ടിക്കൽ ഒരിക്കലും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല കോഴ്സാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡന്റ് ആദ്യം ചെയ്യേണ്ടത് അതിന് പറ്റുന്ന ഏറ്റവും നല്ല കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സാധാരണ ഒരു കോളേജിൽ പോയി എയറോനോട്ടിക്കൽ പഠിക്കരുത്. എയറോനോട്ടിക്കലിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള, പിന്നെ എയറോനോട്ടിക്കൽ, എയർപോർട്ട് മാനേജ്മെന്റ്, ഇങ്ങനെ പറഞ്ഞ് കുറെ പേര് ചെറിയ രീതിയിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയും പോകുന്നുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും പോവാതിരിക്കുക. കാരണം ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് നല്ല നല്ല ഫെസിലിറ്റി വേണം. ഫസ്റ്റ് കേസ് നല്ല ഫെസിലിറ്റി വേണം, ലാബ് ഫെസിലിറ്റി വേണം. ഏറ്റവും ബെറ്റർ ഇങ്ങനത്തെ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി, നല്ല റാങ്കിങ് ഉള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി നോക്കി പോകുന്നതായിരിക്കും ബെറ്റർ. അവിടെ ആവുമ്പോൾ ലാബ് ഫെസിലിറ്റീസ് ഉണ്ടാവും, ഫാക്കൽറ്റി കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, കുറച്ച് റിസർച്ച് പ്രോജക്ട്സ് ഒക്കെ വരുന്ന സ്ഥലമായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ടും അവിടെ തന്നെ പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. സോ എയറോനോട്ടിക്കൽ ചൂസ് ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും ക്വയറീസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ കോഴ്സ് സാറിനെ കൊണ്ട് ക്ലാസ് വെക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മിസ്സേ എനിക്ക് പറ്റിയത് എന്താണെന്നൊക്കെ. ഞാൻ പേരെടുത്ത് അവർക്ക് പറയാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു, എന്നാലും ഞാൻ ജസ്റ്റ് ജിഷ ക്ലേര. ജിഷ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജിഷയ്ക്ക് വല്ലതും ചോദിക്കാനുണ്ടോ സാറിൻ്റെ അടുത്ത്? സാർ, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് താല്പര്യം നഴ്സിംഗിന് പോവാനായിരുന്നു. സാറപ്പോ നഴ്സിംഗിന് ഇവിടെ പഠിക്കുന്നതാണോ അതോ പുറത്ത് പഠിക്കുന്നതാണോ കൂടുതൽ നല്ലത്?
ആദ്യം രണ്ടായാലും, അതായത് നമ്മളെ ഇവിടുത്തെ എഡ്യൂക്കേഷന് നല്ല എഡ്യൂക്കേഷനാണ് ഇവിടെ കിട്ടുന്നത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യേണ്ടത് ഇവിടെ ഉള്ളതിൽ നല്ല കോളേജിൽ പോയി പഠിക്കുക എന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള ഏതെങ്കിലും നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പിന്നെ കിട്ടില്ല എന്ന് പറയരുത്. നഴ്സിംഗ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്ത് ജോലി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതിന്റെ സ്റ്റെപ്പ് എല്ലാം ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ആദ്യമേ IELTS ട്രെയിനിങ് പോകണം. നഴ്സിംഗ് തീരാറാവുമ്പോൾ തന്നെ IELTS ട്രെയിനിങ് പോകണം. പുറത്തുള്ള ഓപ്ഷൻസ് നോക്കി വെക്കണം. ഇതെല്ലാം ചെയ്യണം. സോ ബെറ്റർ ഇപ്പോഴത്തേക്ക് ഇവിടെ പഠിക്കുന്ന എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നഴ്സിംഗ് ആണെങ്കിൽ ഇവിടെ പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം എപ്പോഴും മെഡിക്കൽ ഫീൽഡിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യണമെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം. MBBS തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കും. MBBS ഇപ്പൊ എൻ്റെ ലൊക്കേഷൻ ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രം കോളേജിൽ നിന്ന് MBBS പഠിച്ചിറങ്ങുന്ന ഒരാൾക്കും ഏതെങ്കിലും ഒരു നോർമൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠിച്ചിറങ്ങുന്ന ഒരാൾക്കും തമ്മിൽ ഭയങ്കരമായ ഡിഫറൻസ് ഉണ്ട്. അതിന്റെ കാര്യം പറഞ്ഞുതരാം. എന്തെന്ന് പറഞ്ഞാൽ MBBS പോലത്തെ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പും ബാക്കി പ്രാക്ടിക്കൽ ഇതും വരും. അപ്പോൾ ഇതിനകത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിട്ടാത്ത കേസസ് ഉണ്ടാവത്തില്ല. മെഡിക്കൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ തരം കേസസും അവിടെ വരും. ഇതിനെല്ലാം നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ കിട്ടും. ഈ എക്സ്പോഷർ കിട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യും, റിയൽ ലൈഫിലോട്ട് പോകുമ്പോൾ നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് കിട്ടിയിട്ട് ഒരു ജോലി പോകുമ്പോൾ അത്രയും അധികം എഫക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും കേരളത്തിൽ നിന്ന് വരുന്ന നഴ്സസിനെയോ ഇന്ത്യയിൽ നിന്ന് പോകുന്ന നഴ്സിനോ പുറത്ത് ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ കാരണം അത്രയധികം കേസ് കാണുന്നുണ്ട്, അത്രയും എഫക്റ്റീവായിട്ട് അവർ വർക്ക് ചെയ്യും. പിന്നെ നഴ്സിംഗ് പോലത്തെ ഫീൽഡ് ചൂസ് ചെയ്യുന്നു. എപ്പോഴും നിങ്ങളൊരു ബിസിനസ് മൈൻഡ് ഉള്ള ഒരാൾക്ക് പറ്റിയൊരു കോഴ്സ് അല്ല അത്. എപ്പോഴും നിങ്ങളൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് നിൽക്കണം. കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വാട്സാപ്പിലൊക്കെ കാണുന്നുണ്ടാവും, കുറെ പേര് ഒരു സൈഡിൽ ഇരുന്ന് ഡോക്ടർമാരെയും നഴ്സുമാരെയും തെറി വിളിക്കുന്നുണ്ടാവും, ഇവർ നേരത്തെ ചെയ്യുന്നില്ല എന്നൊക്കെ. കുറച്ച് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ നഴ്സുമാർ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, 12 മണിക്കൂറൊക്കെ PPE കിറ്റ് ഇട്ടുകൊണ്ട് നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു സർവീസ് ഓറിയന്റഡ് മൈൻഡ് കൂടെ വേണം നഴ്സിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BASLP, BOT കോഴ്സിനൊക്കെ പോകുമ്പോൾ ഒരു സർവീസ് ഓറിയന്റഡ് മൈൻഡും കൂടെ വേണം. സോ ബെറ്റർ ഇന്ത്യക്കകത്തെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ നഴ്സിംഗ് പഠിക്കാൻ നോക്കുക. എന്നിട്ട് ലാസ്റ്റ് ആവുമ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആവുമ്പോൾ തന്നെ, കാരണം അതിലല്ലാന്നുണ്ടെങ്കിൽ IELTS പോലത്തെ കോഴ്സ് എഴുതിയെടുക്കാൻ വീണ്ടും ഒരു 6 മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്യും. സോ ലാസ്റ്റ് ആവുമ്പോൾ തന്നെ ഒരു IELTS സ്കോറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രീതിക്ക് ഒരു 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും. അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് വയ്ക്കുക. മിനിമം സ്കോർ ഉണ്ട്, 6 or 6.5 എന്ന് പറഞ്ഞ് മിനിമം സ്കോർ ഉണ്ട്. സ്കോറോട് കൂടി നിങ്ങൾക്ക് പോകാൻ പറ്റും, എത്രയും പെട്ടെന്ന് പോകാൻ പറ്റും. ബെറ്റർ സ്റ്റഡി ഇൻ ഇന്ത്യ. നഴ്സിംഗ് പോലത്തെ കോഴ്സിന് സ്റ്റഡി ഇൻ ഇന്ത്യ അതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും ഉണ്ട്. അബ്രോഡ് ഇതറിയാൻ, അബ്രോഡ് യൂണിവേഴ്സിറ്റീസ് അറിയാൻ തീർച്ചയായിട്ടും സൈറ്റുകളുണ്ട്. അബ്രോഡിലൊക്കെ പറഞ്ഞാൽ ഇതേ കണക്കുള്ള കോളേജസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ വളരെ കുറവായിരിക്കും. എല്ലാം സിംഗിൾ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. അപ്പോൾ അറിയാൻ പറ്റാൻ ഒരു വഴി ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ ഇതേപോലത്തെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ്, അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ഉണ്ട്, അവരെ കാണാം. ഇതല്ല എന്നുണ്ടെങ്കിൽ ഈ കൺസൾട്ടൻസ് തന്നെ +2 ഈ ടൈം +2 കഴിയുമ്പോൾ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതായതുകൊണ്ട് നടത്താത്തതായിരിക്കും, ഇവര് തന്നെ ഫ്രീ സെമിനാറും വർക്ക്ഷോപ്സും ഒക്കെ നടത്തും. അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും ഉള്ള ഒരു 10-15 യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. അത്തരം സെമിനാറുകളോ വർക്ക്ഷോപ്പുകളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി അറ്റൻഡ് ചെയ്ത് അവർ പറയുന്ന എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അല്ല യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് കിട്ടും. ഈ അബ്രോഡുള്ള യൂണിവേഴ്സിറ്റി എല്ലാം കൂടെ ചേർത്ത് ഒരു സൈറ്റിൽ കിട്ടണമെന്ന് നോക്കിയാൽ ചിലപ്പോൾ കിട്ടത്തില്ല. ശിക്ഷ പോലത്തെ സൈറ്റ് ഉണ്ട്, അതിനകത്ത് കയറി നമ്മുടെ ഒരുപാട് സൈറ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് സൈറ്റ് ഉണ്ട്. ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഓരോ കൺട്രി ആയിട്ട് ടൈപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്.
ഇനി ഒരുപാട് ഓക്കെ സർ, സംസാരിച്ചോളൂ. ഒരുപാട് ഡൗട്ടുകൾ വരാം നിങ്ങൾക്ക്. കാരണം നിങ്ങളിൽ ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന് വേണം പറയാൻ. ആ ഡൗട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഡൗട്ടിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ ഇതിലിട്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് നേരിട്ട് മെയിൽ ചെയ്യാം. എൻ്റെ മെയിൽ ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. അല്ല നിങ്ങൾക്ക് അക്സസിബിൾ ആണ്, ഹിമ മാഡം ആണ് അക്സസിബിൾ എന്നുണ്ടെങ്കിൽ മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മാഡം ഞാനുമായിട്ടൊരു 10 കൊല്ലത്തിന് മുകളിലുള്ള പരിചയമുണ്ട്. സോ മാഡത്തിന് എന്നെ എപ്പോൾ വേണം കോൺടാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ചാലും നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോൾ വേണോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സർ. അപ്പോൾ എന്തായാലും പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത പാർട്ടിസിപ്പൻസിൽ ആരെങ്കിലും വോളണ്ടിയർ ചെയ്യാനായിട്ട് ഞാൻ പറയുകയാണ്. എനി വൺ ഓഫ് യു. സർ, എൻ്റെ പേര് ഏഞ്ചലിൻ ഗ്ലാൻജോ. ഞാൻ ദേവമാത സ്കൂളിലാണ് പഠിക്കണത്. ഞാനിപ്പോൾ 12th പഠിക്കണേ. So, feeling gratitude and not expressing it is like wrapping a gift and not giving it. So, I hereby take this opportunity to thank Mr. V.K. Srihari sir for helping us to guide in the right path of the career. I also thank Ms. Hima Janan for conducting this wonderful session on behalf of Devas Academy. Last but not the least, I would like to thank each and every one of you for being such a wonderful listeners. Thank you, sir. താങ്ക് യു. സോ ഇപ്പോൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ അടുത്ത സൺഡേയും ഇതുപോലെ ഒരു പ്രോഗ്രാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മിസ് ഹിമ മിസ് പറയുന്നതായിരിക്കും. മിസ്, നമുക്ക് അടുത്ത സൺഡേ ഇതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പൊ എന്തെങ്കിലും കുറച്ച് ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു PhD ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ആൻഡ് IT ആയിട്ട് വർക്ക് ചെയ്യുന്ന ഷാൻ സാർ ആണ്. ഷാൻ സാർ എടുക്കാൻ പോണ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ STEM എഡ്യൂക്കേഷൻ. നമ്മുടെ ലൈഫിൽ ഇനി വരാൻ പോണ ഫ്യൂച്ചറൊക്കെയാണ്, നമുക്ക് എത്രത്തോളം ടെക്നോളജി ആയിട്ടും എഞ്ചിനീയറിംഗ് ആയിട്ടൊക്കെ എത്രത്തോളം നമ്മൾ കണക്ഷൻ ഉണ്ടാവും എന്നൊക്കെ രീതിയിലാണ് ഒരു ക്ലാസ് വരാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. ഓക്കെ അപ്പോൾ താങ്ക് യു ഓൾ. എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ. Thank you.